കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് റമദാനിൽ നോമ്പ് തുറന്ന് തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു പേഷ്യന്റ് വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ തൊടയെല്ലാണ് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ പൊട്ട് കണ്ടാൽ ബൈക്ക് ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊടയുടെ എല്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ലാണ് തൊടന്റെ എല്ല്. അപ്പൊ തൊടന്റെ എല്ല് പൊട്ടുക എന്ന് പറഞ്ഞാല് അത്രയും ശക്തിയിലെ ഒരു പരിക്ക് അവിടെ സംഭവിച്ചിരിക്കണം. സാധാരണ ബൈക്ക് ആക്സിഡന്റ്, റോഡ് അപകടങ്ങളിലൊക്കെയാണ് അങ്ങനെ പൊട്ടുള്ളൂ. നല്ല സ്പീഡിൽ വന്ന് അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ വല്ല തെങ്ങിന്റെ മേലെന്നൊക്കെ വീണു. ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് വയസ്സായ പ്രായമായ വാപ്പാരുമാരൊക്കെ ബാത്റൂമിൽ വീണ് വലിയ പൊട്ടണിനെ പറ്റിയല്ല ഞാൻ പറയാം. ഒരു ചെറുപ്പക്കാരനായ ഒരാൾ നോമ്പ് തുറന്ന് ഈ തൊടയുടെ എല്ല് പൊട്ടി വന്നു. അപ്പൊ എങ്ങനെയാണ് പൊട്ടിയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോ പത്തിരിന്റെ പാത്രം കുറച്ച് ദൂരെയാണ്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഒന്നിങ്ങനെ നമ്മൾ നാഞ്ഞ് നോക്കിയതാണ്. അപ്പൊ ടക്ക് എന്നൊരൊച്ച. അപ്പൊ അങ്ങനെ സാധാരണ ഒരാളുടെ തൊടന്റെ എല്ല് പൊട്ടൂലല്ലോ. അപ്പൊ എക്സ്റേ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരു അസുഖം ബാധിച്ച എല്ലാണ്. അപ്പൊ അങ്ങനെ ഒരു അസുഖമുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അസുഖം എന്ന കുറെ ദിവസങ്ങളായി, മാസങ്ങളായി ബാധിച്ച ഒരു അസുഖം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി അവസാനം എല്ല് പൊട്ടി. അങ്ങനെ ബയോപ്സിന്റെ റിപ്പോർട്ട് വന്നു, അത് ക്യാൻസർ ആയിരുന്നു. ആ സഹോദരൻ മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ കുറച്ചു കാലം ജീവിച്ചു. ഇടക്കിടക്ക് എന്നെ വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ക്യാൻസർ ആണ്, ചികിത്സിച്ചു, ഫലമില്ല. ഇടക്ക് വിളിക്കുമ്പോഴൊക്കെ പറയും, മരിക്കാൻ എനിക്ക് ഭയമില്ല, എന്നാലും ഒരു ദിവസം മരിക്കണല്ലോ. പക്ഷെ ചെറിയ കുട്ടികളാണ്, വീടില്ല, അങ്ങനെ പ്രയാസങ്ങളുണ്ട്. അതിലൊരു വിഷമം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഒരാളുടെ അനുഭവമാണ്. അങ്ങനെ എത്രയോ ആളുകളെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അയൽവാസികളായി, കുടുംബക്കാരായി, എന്താ പറയാ, ഒരു യുവത്വത്തിൽ ഒരു പെട്ടെന്ന് ഒരു മാറാത്തൊരു അസുഖം വന്ന് മരിക്കുക എന്ന് പറയും. ഇപ്പൊ രോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു ഭയങ്കരമായ നിസ്സഹായാവസ്ഥ. പക്ഷെ നന്നായിട്ടൊന്ന് പനിച്ചാൽ, അപ്പൊ നമുക്ക് തന്നെ നല്ലൊരു പനി പനിച്ചൊന്നും വിറച്ച് നിൽക്കുമ്പോ തല കറങ്ങി നമുക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റണില്ല, അല്ലെ? തല കറങ്ങുക, എണീറ്റ് നിൽക്കുമ്പോ അങ്ങനെ വീഴാൻ പോവുക. ആ ഒരു പനി പനിച്ചാൽ തന്നെ നമ്മുടെ നിസ്സഹായാവസ്ഥ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ അസുഖം വരുമ്പോ ആളുകൾ പൊതുവെ വളരെ നിസ്സഹായരായി. അത് ചെറിയൊരു പനി വന്നാൽ പോലും. അപ്പൊ ഒരു രോഗം വരുമ്പോൾ ആ രോഗത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രയോ ആളുകൾ ആശുപത്രികളിലും ഇപ്പോ ക്ലിനിക്, വീടുകളിലൊക്കെ രോഗികളായി കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇപ്പോ പലപ്പോഴും എൻ്റെ അസുഖം, ഇപ്പൊ നമുക്ക് ചില അസുഖങ്ങളെ പറ്റി അറിയാം. എൻ്റെ അസുഖം അത് മാറും, ഇപ്പോ അതിന് ഗുളിക കുടിച്ചാൽ അത് മാറും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അത് ശരിയാകും, ഒരു സർജറി കഴിഞ്ഞാൽ അത് മാറും. അങ്ങനെ എല്ലാവരും പ്രതീക്ഷയിൽ തന്നെ ഉണ്ടായി, അത് മാറുന്ന ഒരു അസുഖമാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷയിലാണ് മിക്ക രോഗികളും അവരുടെ ആ രോഗാവസ്ഥ തരണം ചെയ്തു. ഇപ്പൊ ഇവിടെ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഇതിൽ രോഗം ഭേദമാകാതെ അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ പലപ്പോഴും ക്യാൻസർ ഒക്കെ ഡയഗ്നോസ് ചെയ്താൽ അതിന്റെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു പ്രതീക്ഷ കൈവിട്ട അവസ്ഥയിലായിരിക്കും. പല സർജറി, കീമോതെറാപ്പി എടുത്തു, അത് പരാജയപ്പെട്ടു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തെ പറ്റി ഒരു ശരിയായ കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകും. ഇപ്പോ ഞാന് എല്ല് ഡോക്ടറാണ്. കുറെ കാലം, 10-20 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പല ആളുകളും ആത്മഹത്യക്ക് ശ്രമിച്ച് കയ്യിന്റെ ഞരമ്പ് മുറിച്ചിട്ടും അതേപോലെ തന്നെ രക്തക്കോയിലൊക്കെ മുറിച്ചിട്ട് മരിക്കാൻ ശ്രമിക്കാം. എന്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതം ഉണ്ടായത് കഴിഞ്ഞ ഒരു 2 മാസത്തെ മുമ്പ് ഒരു 80 വയസ്സായ മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചു.
ഇത്രയും പ്രായരായ ഒരാളെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് കണ്ടിട്ടില്ല. 80 വയസ്സ്. എന്നിട്ട് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞ് കാലിന്റെ ഞരമ്പ് മുറിച്ചാൽ മതി. അങ്ങനെ കാലിന്റെ ബാക്കിലെ വിഷവള്ളി ഉണ്ടല്ലോ നമ്മളെ നടക്കണേ, അതാണ് മൂപ്പര് മുറിക്കാൻ ശ്രമിച്ചത്. 4 സ്ഥലത്ത് മൂപ്പര് മുറിച്ചിട്ടുണ്ട്. 80 വയസ്സുള്ളൊരു ഒരു കണ്ണൊന്നും ശരിക്കും കാണൂല, അത്രയും പ്രായമായ മനുഷ്യൻ. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, എന്തിനാണ് ഇത് മുറിച്ചത്? അയാൾ പറഞ്ഞെന്താ വെച്ചാൽ ഭാര്യ മരിച്ചു, ഭാര്യയാണ് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം. അപ്പൊ ഭാര്യ മരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ മക്കൾക്ക് ഞാനൊരു ഭാരമാണ് എന്ന് മൂപ്പർക്ക് തന്നെ തോന്നല്. അതെന്താ വെച്ചാൽ ഈ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ആണുങ്ങളാണ് മരിച്ചു പോവുക, പെണ്ണുങ്ങളാണ് എപ്പോഴും ബാക്കിയാകുക. പെണ്ണുങ്ങൾ ബാക്കിയായാല് പെണ്ണുങ്ങളെ നമ്മളെ വല്യമ്മാനെ അല്ലെങ്കിൽ നമ്മളെ ഉമ്മാരെയൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. കുറച്ച് പേരക്കുട്ടികളും ഒക്കെ ഉണ്ടായാല് ഉമ്മ അങ്ങനെയാണ് ജീവിച്ചു പോയിക്കോളും. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ മരിച്ചു പോവുക എന്ന് പറഞ്ഞാല് അയാളെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളാണ് പോയത്. അതിന് പകരം ഒരാൾക്കും നമ്മൾ ആരെ കൊണ്ടെന്ന് വെക്കാലും അത് പൂർണ്ണമാവും. പലപ്പോഴും അവർ അസ്വസ്ഥരും മാനസികമായി നിരാശരക്കായിരിക്കും. അവരെ മാനേജ് ചെയ്യാൻ മക്കൾക്കൊക്കെ പ്രയാസമായിരിക്കും. നമ്മാനെ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയി. അതുകൊണ്ട് മരിക്കാൻ നല്ല എപ്പോഴും ആണുങ്ങൾ തന്നെയാണ്. എന്നാല് ബാക്കിയുള്ളവർക്ക് നമ്മൾ മാനേജ് ചെയ്യാൻ സുഖമായി. ഞാൻ അദ്ദേഹം പറഞ്ഞ ഭാര്യ മരിച്ചു, അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒറ്റപ്പെടൽ തോന്നുന്നുണ്ട്. നിങ്ങൾ ആലോചിക്ക്, ഇപ്പോ നമ്മൾ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ എടുത്തു നോക്കിയാൽ പണ്ടൊന്നുമില്ലാത്ത വിധം ചെറിയ ചെറിയ കുട്ടികൾ. അപ്പൊ നമ്മള് ഈ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു പ്രായമല്ലേ, വേറെ ഒന്നിനെ പറ്റി ആലോചന ഉണ്ടല്ലോ. അങ്ങനെ കളിച്ച അങ്ങനെ ഒരു കളി കഴിഞ്ഞ അടുത്ത കളി. ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ ഈ പറഞ്ഞ 80-90 വയസ്സുള്ള ആളുകൾ വരെ കൗൺസിലിങ്ങിന് വരും. അവർക്ക് നിരാശയാണ്, വിഷമാണ്, മാനസിക സമ്മർദ്ദങ്ങളാണ്. ഇതൊന്നും മുമ്പില്ലാത്തതാണ്. ഞാൻ പറഞ്ഞത് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിക്കുന്നത് മാനസികവും ശാരീരികവുമായ ഒരു നല്ല അവസ്ഥക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത്. വെറും രോഗമില്ലാത്ത അവസ്ഥ എന്ന് മാത്രമല്ല, മനസ്സിനും നല്ലൊരു ആരോഗ്യം വേണം. അതില്ലെങ്കിൽ രോഗമാണ്. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഒരു രോഗി എൻ്റെ ക്യാബിനിൽ കയറി വന്നു. അപ്പൊ അതിന്റെ അപ്പുറത്തൊരു സൈക്യാട്രിസ്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി മാറി കയറി വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാള് അവിടെ വന്നിരുന്നിട്ട് പറഞ്ഞു, അപ്പൊ എന്താ ബുദ്ധിമുട്ട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ മനസ്സ് മോഷണം പോകും. അത് ആലോചിക്കാൻ തന്നെ പറ്റും. മനസ്സ് മോഷണം പോകും. ആ ഞാൻ ചിന്തിക്കുന്നതൊക്കെ വേറെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ അതിന്റെ അവസ്ഥ? നിങ്ങളിപ്പോ ഇങ്ങനെ മനസ്സിലാലോചിക്കണ കാര്യം എനിക്ക് മനസ്സിലാകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ അവസ്ഥ എന്താണ്? അപ്പൊ അയാൾ പറയാം, എന്റെ മനസ്സിലുള്ളതൊക്കെ വേറുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ഭാര്യ, ഞാൻ ചിന്തിക്കണത് എന്റെ ഭാര്യക്ക് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ഭയങ്കരമായ അസ്വസ്ഥനാണ്. അപ്പൊ ഞാൻ എന്നത് തുടങ്ങിയ ചോദിച്ചു. അപ്പൊ അയാള് ഒരു അറബിന്റെ വീട്ടിലെ ഡ്രൈവറാണ്, കാലങ്ങളായി ഡ്രൈവറാണ്. അറബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളെ നാട്ടിൽ പോകാൻ അറബി സമ്മതിക്കൂല, അത്ര ഇഷ്ടമാണ് അറബിക്ക്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ എന്തായാലും നാട്ടിൽ പോകണ്ടേന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, വേറെ ഡ്രൈവറെ അവിടെ പകരം വെച്ചിട്ടാണ് മൂപ്പര് വരുന്നത്. അപ്പോ ആ പകരം വെച്ച ആള് മൂപ്പർക്ക് എന്തോ ചെയ്തികണെന്നുള്ള എന്തോ. അപ്പോ എന്നോട് പറയാൻ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പരിശോധിക്കാൻ വേണ്ടി വരുമ്പം ആ പുറത്ത് അറബി നിൽക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അവിടെ അങ്ങനെ ദൂരത്തിന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ സംഭവം മാനസികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, ഇപ്പൊ ഞാൻ ഭാര്യനെ വിളിച്ചു, ഭാര്യ കൂടെ ഉണ്ട്. ഭാര്യ പറഞ്ഞ അയാളപ്പോ ഉറങ്ങാൻ പോലും പറ്റൂല ഡോക്ടർ, അയാൾ രാത്രി ചങ്കിന് പിടിച്ച് നിൽക്കുന്ന, ഉറക്കത്തിൽ നീച്ച് കാണിച്ചു. എന്ത് ധൈര്യത്തില അയാളപ്പോ നമ്മൾ കിടക്കാൻ? നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ ഓരോ അസുഖങ്ങളാണ്. ഇതൊന്നുമില്ലാതെ ഇന്ന് രാവിലെ സഹോദരങ്ങൾ, ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ വലിയൊരു പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റു അല്ലേ? എത്രയോ ആളുകൾ ഇന്ന് രാവിലെ ഉറക്കമുണർന്നിട്ടില്ല. ഉറക്കമുണരാത്ത എത്രയോ ആളുകളുണ്ട്. ഉറക്കത്തിൽ സ്ട്രോക്ക് സംഭവിച്ചു പോയ എത്ര ആളുകൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം പോകാതെ എത്രയോ ആളുകൾ കാഷ്വാലിറ്റിയിൽ പല ഹോസ്പിറ്റലുകളുടെയും എമർജൻസിയിൽ വന്നിട്ടുണ്ട്, മൂത്രം പോകാത്തതിന്റെ പേരിൽ, ഭക്ഷണം ഇറങ്ങാത്തതിന്റെ പേരിൽ.
അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ഒട്ടനവധി ആളുകൾ ഇന്ന് ചികിത്സ തേടിയിട്ട് ഇതൊന്നുമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ രാവിലെ എണീറ്റ് അല്ലെ ബാത്റൂമിൽ പോയി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു വന്ന ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനോട് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് ഒരു അൽഹംദുലില്ല എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്? നമ്മൾ ഉണർന്നെണീക്കുമ്പം അൽഹംദുലില്ലാഹില്ലദീ, നമ്മൾ അങ്ങനെ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പക്ഷെ ആ പ്രാർത്ഥന നമ്മളെ ഉള്ളിൽ തട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണ്ടേ? നമ്മളെ സൃഷ്ടാവിനെ, നമ്മളെ റബ്ബിനെ, നമ്മളെ സൃഷ്ടിച്ച് 2 കോശങ്ങളിൽ നിന്ന് നമ്മളെ ഈ രൂപത്തിലേക്ക് എത്തിച്ച ഒരു സൃഷ്ടാവിനെ നമ്മൾ ജീവിതത്തിൽ നമ്മളെന്താണ് നമ്മൾ ചേർന്ന് ആ പ്രപഞ്ച സൃഷ്ടാവിനോടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്. നമ്മൾ ആ റബ്ബിനെ അത്രയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന സൂറത്തു ആലു ഇമ്രാന്റെ അവസാനത്തെ 10 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നു. നിങ്ങളത് രാവിലെ സുബൈക്ക് താഴെ എണീക്കുമ്പം ആ ഒരു 10 ആയത്ത് കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ടോ നിങ്ങൾ ഓതുമ്പോൾ ആലോചിച്ച് നോക്കി. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ആ പ്രപഞ്ച സൃഷ്ടാവാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്, എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നത് അല്ലെ? നമ്മളിപ്പോ ഒരു കോഴിമുട്ട, നിങ്ങൾ ആലോചിക്കൊരു കോഴിമുട്ട ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അത് പുഴുങ്ങി തിന്നണവരുണ്ടാവും, ഓംലെറ്റ് അടിക്കണവരുണ്ടാവും, ബുൾസൈ ആക്കണവരുണ്ടാവും, അത് ബ്രെഡിന്റെ അടിയിൽ വെക്കണവരുണ്ടാവും, പലതരത്തിലുള്ള മുട്ട തിന്നാത്തുണ്ട്. ആ കോഴിമുട്ട ഒരു 10-20 ദിവസം ഒരു കോഴിന്റെ ഒരു 21 ദിവസമൊക്കെ ആ കോഴിന്റെ അകിടിൽ വെച്ച് കൊടുത്താൽ ആ ചൂട് തട്ടി കഴിഞ്ഞാല് പിന്നെ ആ മുട്ടയിൽ നിന്ന് വരുന്നത് ഒരു കോഴി കുഞ്ഞാണ് അല്ലെ? ചെറിയ ചെറിയ ചുണ്ടുള്ള, കാലുള്ള, ചിറകുള്ള ഒരു കോഴിക്കുഞ്ഞാണ് ആ 21 ദിവസം കൊണ്ട് ആ കോഴിമുട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. ആ മുട്ട പൊട്ടിക്കുന്നത് ആരാണ്? ആലോചിച്ചിട്ടുണ്ട്. ആ കോഴിമുട്ട അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ട് കോഴിമുട്ടക്ക്. ആ മുട്ടയുടെ തോട് പൊട്ടിച്ചിട്ടാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ കോഴിയൊക്കെ കുറവാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ വീട്ടിലും കോഴി ഉണ്ടാവും. ഇന്നിപ്പോ കോഴി ഈ കൊലായ്മലൊക്കെ തൂർന്നോണ്ടേക്കാരം ഇപ്പൊ കോഴിനൊന്നും ആർക്കും പറ്റൂല. പണ്ട് ഈ മഴക്കാലം വന്ന ഫുള്ള് കൊലായ്മ കോഴിക്കാരൻ. അപ്പൊ അതുകൊണ്ട് ഇപ്പത്തെ നാട്ടിലും വീട്ടിലൊന്നും കോഴിക്കളൊന്നും കാണാനില്ല. നമ്മള് ഈ കോഴി എന്താണ് ഈ വിരിച്ച് പിന്നെ 10-12 കുട്ടികളൊക്കെ ആയിട്ടാണ് ഇത് ഇറങ്ങാ പുറത്തേക്ക് അല്ലേ? ആ കുട്ടികൾ നിങ്ങൾ അയച്ചു നോക്കി. ഇന്ന് ഇറങ്ങിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു പരുന്തോ കാക്കയോ ഒക്കെ വന്നാല് ആ കോഴി ഇങ്ങനെ 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 തല ഇങ്ങനെ പൊക്കിയിട്ട് 2 ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം ഉണ്ടാക്കുന്നതോട് കൂടി ആ കോഴി കുഞ്ഞുങ്ങള് ആ കോഴിയുടെ ചിറകിന്റെ ഉള്ളിലേക്ക് വന്ന് നിൽക്കും. അതൊരു സ്കൂളിലോ മദ്രസയിലോ പോയി പഠിച്ചതല്ല. ഇന്ന് വിരിഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും ആ ശബ്ദം കേട്ടാല് അതെന്തോ അപകടം ഉണ്ട് കണ്ടിട്ട് ആ തള്ളക്കോഴിയുടെ ചിറകിന്റെ ഉള്ളിൽ വന്നത് ഒളിക്കും. അത് ആരാണ് പഠിപ്പിച്ചത് സഹോദരൻ? ഫിറൗനോട് ചോദിക്കുന്നുണ്ടല്ലോ. ഫിറൗൻ ചോദിക്കുന്നുണ്ട് മൂസാ നബിയോട്, നിന്റെ റബ്ബ് ആരാണ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ. അതാണ് മറുപടി. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിന്റെ മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കുകൾ നോക്കി. നമ്മൾ എങ്ങനെയാണ് പടച്ചോനെ നമ്മൾ അറിയില്ല എന്ന് പറയാം. ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതുന്നുണ്ട് നിസ്കാരത്തിൽ? ഇന്നിപ്പോ മഗ്‌രിബിന് നിങ്ങള് 3 ഫാത്തിഹ ഓതി. സുന്നത്ത് നിസ്കരിച്ചവനാണെങ്കിൽ 5 ഫാത്തിഹ ഓതിയിട്ടാണ് ഇപ്പൊ നിങ്ങള് സൂര്യൻ അസ്തമിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ തന്നെ റഹ്മാനും റഹീമും എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ എന്ന് വേറൊരു വാക്ക്. അർ-റഹ്മാനിർ റഹീം, വീണ്ടും റഹ്മാനും റഹീം, മാലിക് യൗമിദ്ദീൻ. ഇത്രയും പേര് പടച്ചോന്റെ ഈ പേരിങ്ങനെ സദാ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഫർള് നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനും ഫാത്തിഹ ഓതുമ്പോൾ റഹ്മാൻ റഹീം റബ്ബുൽ ആലമീൻ മാലിക് യൗമിദ്ദീൻ ഇത് പടച്ചോന്റെ പേരാണ്.
ആ പടച്ചോൻ എങ്ങനെയാണ് നമ്മൾ അറിയില്ല എന്ന് പറയാം. എത്ര പ്രാവശ്യം നമ്മൾ ഈ പേരുച്ചരിച്ചിട്ടും ആ പേര് മാത്രം മതി അള്ളാഹു ആരാണെന്ന് അറിയണം. റബ്ബുൽ ആലമീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഈ കോടാനകോടി സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ഈ ആവാസ വ്യവസ്ഥകളൊക്കെ രൂപപ്പെടുത്തുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന അള്ളാഹു റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ വിസ്മരിക്കുക? നമ്മൾ ഒന്നുമായിരുന്നില്ല. മാതാവിന്റെയും പിതാവിന്റെയും ബീജകോശങ്ങളിൽ നിന്ന് ആ 2 കോശം 4 കോശമായി, 8 കോശമായി, 16 കോശമായി, അത് 32 കോശമായി, പിന്നെ അത് ചെറിയൊരു എംബ്രിയോ ആയി, അത് പിന്നെ രൂപമില്ലാത്തതായി, പിന്നെ അതിനൊരു മനുഷ്യന്റെ രൂപം കൈവരിച്ചു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്, അല്ലെ? എന്നിട്ട് നമ്മൾ ചെറിയ ഒരു കുട്ടിയായി നമ്മൾ പ്രസവിക്കുമ്പോൾ ആലോചിക്കും, ഒന്നും അറിയില്ല, കരയാൻ മാത്രം അറിയുന്നു. കരയാൻ മാത്രം അറിഞ്ഞ് മലർന്നു കിടന്ന് കരയുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിന്റെ ഓരോ കുറെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നത്. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഒരു ചിരിക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നില്ലേ? ആരെ കണ്ടാലും ചിരിക്കുന്ന ഒരു ഘട്ടം, കുട്ടികളങ്ങനെ ചിരിപ്പിക്കണ കാണാം. അത് കഴിഞ്ഞ് അത് നമ്മൾ കമിഴ്ന്നു, പിന്നെ നമ്മൾ ഇരുന്നു, പിന്നെ നമ്മൾ നടന്നു, അല്ലെ? ഓരോ 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 ഘട്ടങ്ങളിലാണ്. കഴുത്തുറച്ചു. ഇപ്പോഴും ആളുകൾ ചോദിക്കും, കുട്ടീന്റെ കഴുത്തുറച്ചിട്ടില്ലേ? ചില കുട്ടികളങ്ങനെ എടുത്തുകൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തെപ്പോഴും കഴുത്തുറച്ചിട്ടില്ലേ? അതൊരു ലാൻഡ് മാർക്കാണ് കഴുത്തുറക്കുക എന്ന് പറഞ്ഞാൽ. അത് ഉറച്ചിട്ടില്ലെങ്കിൽ ചില അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ, അല്ലെ? ഇപ്പൊ നമ്മളെ എന്താണ്, കുട്ടി കുറച്ച് വലുതായി, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പൊ നമ്മളെ കുട്ടി നമ്മളെ കൂടെ കാറിൽ ഇങ്ങനെ വരുമ്പം നമ്മളെ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് ഇങ്ങനെ തിരിയുമ്പം കുട്ടിക്ക് മനസ്സിലാവും, നമ്മളെ വീട്ടിലേക്കുള്ള വഴി എത്തിയിടുന്നു. അപ്പൊ കുട്ടി ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കും. അപ്പൊ നമുക്ക് സന്തോഷമാണ്. കാരണം എന്താ? നമ്മളെ കുട്ടിക്ക് ബുദ്ധിയുണ്ട്, ഓന് മനസ്സിലാകുന്നുണ്ട്, ഓൻ റോട്ടിലേക്കുള്ള വഴി മനസ്സിലാകുന്നുണ്ട്, വീട്ടിലേക്കുള്ള വഴി മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മള് മൂത്രമൊഴിക്കുന്നു, പാമ്പേഴ്സ് കെട്ടിയൊരു സമയം ഉണ്ടായി, പിന്നെ പാമ്പേഴ്സ് കെട്ടാതായി, അല്ലെ? രാത്രി മാത്രം കെട്ടാൻ തുടങ്ങി, പിന്നെ രാത്രിയും പാമ്പേഴ്സ് ഒഴിവാക്കി. ധൈര്യമായി എവിടെ പോയാലും മൂത്രമൊഴിക്കൂലാണ്. കാരണം കുട്ടി ബ്ലാഡറിന് കൺട്രോൾ വന്നു, അല്ലെ? മലമൂത്ര വിസർജനം കുട്ടിക്ക് നിയന്ത്രിക്കാൻ മനസ്സിലായി. ഇതൊക്കെ ഇങ്ങനെ ഘട്ടങ്ങളായി നമ്മൾ കൈവരിച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വീണ്ടും തല തിരിയും. വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഇതൊക്കെ തല തിരിഞ്ഞു പോകും. നിങ്ങൾ ഒരു 75 വയസ്സ് 80 വയസ്സുള്ള ആൾക്കാർ OP-യിൽ വരുമ്പോ ഞാൻ ചോദിക്കും, എന്താ ഇപ്പൊ പ്രയാസം? പഴയ പോലെ അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല, അതന്നെ. പിന്നെ ചില ആൾക്കാർ പറയും ബാലൻസ് ഇല്ല, ഇപ്പൊ അങ്ങനെ ഒന്നും നിസ്കരിക്കാൻ പോലില്ല, പുറത്തേക്കൊന്നും വീഴും 2 വീണു, പിന്നെ ഇപ്പൊ പേടിയാണ്. ഒരു 80-85 വയസ്സുള്ള ആളെ പ്രശ്നമാണിത്. പേടിയാണ്, നടക്കുമ്പോൾ വീഴുന്ന് പേടിയാണ്. അതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോലില്ല. ഇപ്പൊ മക്കളൊക്കെ ചീത്ത പറയാണ്, എവിടെങ്കിലും പോയി കുത്തി മറിഞ്ഞു വീണോ നിലാക്കുണ്ടാക്കണ്ട, പോൽക്കൊരു വിഷമം വേണ്ട. നമ്മൾ പണ്ട് നടന്ന് മൂന്നിട്ടാണ് നമ്മൾ നീച്ച് പോയത്. അതേമാതിരി പിന്നെ നീച്ച് നടക്കണമെന്ന് പിന്നെ നമ്മൾ മുഖാൻ തുടങ്ങി. നമുക്ക് മൂത്രം അറിയാണ്ട് പോകും. ചില ആൾക്കാരെന്താ പറയാ, അതേപോലെ മൂത്രത്തിനൊരു കൺട്രോൾ ഇല്ല ഡോക്ടർ, അത് ചിലപ്പോൾ അറിയാണ്ടൊക്കെയാണ് പോവുകയാണ്. 90 വയസ്സായ ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, അയാളെ പ്രശ്നം അതാണ്, മൂത്രം പോവാണ്. നമ്മളൊരു അവസ്ഥ അങ്ങനെയായിരുന്നു, അതിന് നമ്മൾ കരകയറി വീണ്ടും ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. അതൊക്കെ അള്ളാഹു പറഞ്ഞാണ്, ആ അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഈ ഘട്ടങ്ങളൊക്കെ സംവിധാനിച്ച ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നമ്മളെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഈ റഹ്മാനായ റഹീമായ റബ്ബുൽ ആലമീനായ മാലിക് യൗമിദ്ദീൻ. ഞാൻ അങ്ങനെ പലപ്പോഴും ഈ മാലിക് യൗമിദ്ദീൻ പടച്ചോൻ, പിന്നെ റഹ്മാനും റഹീമൊക്കെ ആയിക്കോട്ടെ, റബ്ബുൽ ആലമീനൊക്കെ നമുക്ക് പടച്ചോനെ പറ്റി മനസ്സിലാവും. എന്നാൽ ഈ മാലിക് യൗമിദ്ദീൻ എന്തിനാ അപ്പൊ നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് തോന്നി? സഹോദരങ്ങളെ, മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പം ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതെത്ര നിസാരമാകട്ടെ, അതെത്ര ഗൗരവമുള്ളതാകട്ടെ, അതൊക്കെ നാളെ അതിനൊക്കെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന ബോധം. ഇതൊന്നും വെറുതെയല്ല. ഇവിടെ ഏതൊരു കഷ്ടപ്പാട് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസം അത് നാളെ പുണ്യകരമായി മാറും. അതൊക്കെ കണക്കിന് വരും. അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട് എന്ന തിരിച്ചറിവ് വല്ലാത്തൊരു ശക്തിയാണ് ഈ ജീവിതത്തിൽ നമുക്ക് നൽകുന്നത്. ആ ജീവിതത്തിൽ പ്രയാസങ്ങളോട് മല്ലടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുള്ളൂ. പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. ഈ പ്രയാസങ്ങൾക്കൊക്കെ പടച്ചവൻ എനിക്ക് പ്രതിഫലം നൽകും. അതാണ് മാലിക് യൗമിദ്ദീൻ. ഇതൊന്നും നഷ്ടമാവില്ല. മുഅ്മിനിന്റെ കാര്യം എന്ത് അത്ഭുതമാണ്.
ശരിക്കും ഇസ്ലാമിക ലോകത്തൊരു ചർച്ച കാണാൻ പറ്റും പണ്ഡിതന്മാർക്കിടയിൽ. എന്താണ്, അതായത് ആരാണ് ഏറ്റവും നല്ല വിശ്വാസം, ആരാണ് പടച്ചോന്റെ അടുത്ത് ഏറ്റവും നല്ല റാങ്ക് ഉള്ള ആൾ. അതായത് രണ്ട് തരത്തിലാണല്ലോ പടച്ചോന് മനുഷ്യന്മാര്. ഒന്നെന്ന് പറഞ്ഞാല് നല്ല സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ നല്ലൊരവസ്ഥ. നമ്മൾ പറഞ്ഞ പടച്ചോൻ വല്ലാതെ അനുഗ്രഹിച്ച ഒരാള്, പൈസക്ക് പൈസ, മക്കൾക്ക് മക്കള്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം, എല്ലാം കൊണ്ടും നല്ലൊരവസ്ഥ അല്ലേ. നല്ല സമ്പത്തുണ്ട്, മക്കളൊക്കെ നല്ല നല്ല ക്വാളിഫിക്കേഷൻ, നല്ല ദീനുള്ള മക്കളുമാണ്. അയാളെ പറ്റി നമുക്ക് ഒന്ന് അസൂയപ്പെടാൻ മാത്രം എല്ലാം ഉള്ളൊരു മനുഷ്യൻ. പ്രത്യേകിച്ച് സമ്പത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നബിന്റെ കാലത്തേ ഉണ്ട് ഈ പ്രശ്നം. സമ്പന്നരായ സഹാബിമാര് നബിന്റെ കാലത്ത് തന്നെ ഉണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അവരൊക്കെ നല്ല പൈസക്കാരായ സഹാബിമാരായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ അഹ്ലു സുഫയിൽപ്പെട്ട വളരെ പാവങ്ങളായ സഹാബിമാരുണ്ടായിരുന്നു. മനുഷ്യൻ അങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടും പ്രയാസക്കാരും, എല്ലാ തരത്തിലും പ്രയാസമുള്ള ആളുകൾ, സാമ്പത്തികമായി ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുക, അതേസമയം രോഗം കൊണ്ടും പരീക്ഷിക്കപ്പെടുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. നല്ല ഒരു വീട്ടില് എന്താണ് നമ്മള് സഹായം കൊടുക്കാൻ വേണ്ടി അന്വേഷണത്തിൽ ചെല്ലുമ്പോൾ എന്താ അവിടുത്തെ സ്ഥിതി? ആ ഉമ്മാക്ക് മാനസികം, മകൾക്ക് ബ്രെയിൻ ട്യൂമർ, പിന്നെ അവിടെ ആകെയുള്ള വാപ്പയാണ്, അയാൾ നട്ടലിന് ടി ബി ബാധിച്ച് കിടപ്പിലാണ്. എന്താപ്പാ വീട്ടിലത്തെ അവസ്ഥകൾ ആലോചിച്ചു. അങ്ങനെ മനുഷ്യന്മാരുണ്ട്. ഇതിലാരാണ് ഏറ്റവും ഉന്നതമായ ദർജയിലുള്ള? പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെട്ട് അതിൽ ക്ഷമിക്കുന്ന ഒരു ദരിദ്രനായ വ്യക്തിയാണോ അള്ളാഹുവിങ്കിൽ ഏറ്റവും ഉന്നതൻ? അതല്ല, നിറയെ സമ്പത്തുണ്ടാവുകയും ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർലോഭം ചെലവഴിക്കുകയും ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ. ഇതിലാരാണ് പടച്ചോൻ ഏറ്റവും അടുത്ത റാങ്കുള്ള ആളുകൾ? ആരേക്കാരെ? അമ്പിയാക്കന്മാരെടുത്ത് നോക്കിയാലും അങ്ങനെ ഉണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം രാജാവായിരുന്നു, എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടിയ വ്യക്തിയാണ്. എന്നാൽ ദരിദ്രന്മാരായ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയാൽ മതി. വഫാത്താകുന്ന സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റിലുണ്ടായിരുന്ന എന്താണ്? പടയങ്കി ജൂതന്റെ അടുത്ത് പണയം വെച്ച് വാങ്ങിയ ആ ഗോതമ്പിന്റെ ഭക്ഷണമായിരുന്നു. അപ്പൊ ഇതില് ഈ ചർച്ച അവസാനം ഇബ്നു തൈമിയ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്ത അവസാനം പറയണത് എന്താ അറിയോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അത് പറയാൻ കഴിയൂല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നുള്ള ആയത്താണ്. ഏറ്റവും ടോപ്പ് റാങ്ക് ഏറ്റവും നല്ല തെക്കുവള്ളോനാ. അത് പൈസ ഉള്ളവനാകാ, പൈസ ഇല്ലാത്ത, അതൊന്നും പൈസ അല്ല അതിന്റെ മാനദണ്ഡം, അത് തെക്കുവേണ്. അത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ദരിദ്രന്മാരായ സഹാബിമാര് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയാണ്, നബിയെ, ഈ ധനികന്മാരായ സഹാബികള് അവരിങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് ചെലവഴിക്കാണ്, അതിനവർക്ക് കൂലി കിട്ടുകയാണ്. ഞങ്ങൾക്ക് അതില്ലല്ലോ പ്രവാചകരെ, ഞങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യുക? ഞങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ട് ആ വിഷയത്തില്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തൊരു ഉപദേശമാണ്, നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാല് 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളി, 33 ചൊല്ലിക്കോളി, 33 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലിക്കോളി, നിങ്ങൾക്കും ആ ധനികന്മാരുടെ ദർജയിലേക്ക് എത്താമെന്നാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇവര് രഹസ്യമായി ചെല്ലാണ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി. അങ്ങനെ അവസാനം ധനികരായ സഹാബിമാര് ഇവരെന്താ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ ചെല്ലിട്ട് നോക്കി അവരോട് ചോദിക്കാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ കുറെ ചെല്ലുന്നത്? അപ്പൊ ഞങ്ങളോട് നബി പറഞ്ഞു, പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിക്റൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൈസക്കാരും ചെല്ലാൻ തുടങ്ങി. അപ്പൊ ഇവര് നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ്, അല്ലയോ പ്രവാചകരെ, ഇത് ഇവരും ചെല്ലാൻ തുടങ്ങിയല്ലോ, ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യച്ചു? അള്ളാന്റെ ഫضലാണ്, അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മനുഷ്യൻ ഈ രണ്ട് ദറജയിലാണ്. മനുഷ്യന്മാർ രണ്ട് തരത്തിലാണ് ദുനിയാവിൽ ഉണ്ടാകുക. ഒന്ന് നല്ല നല്ല എല്ലാ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തോന്നും, നല്ല എല്ലാ തരത്തിലും സമ്പത്ത് കൊണ്ടൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ. ഒന്ന് ഈ പ്രയാസം സഹിക്കുന്ന ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പ്രയാസത്തിലൂടെ ഈ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രതീക്ഷ. എല്ലാത്തിനൊക്കെ പ്രതിഫലമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ ചെറിയ പ്രയാസങ്ങൾക്ക് പോലും നമുക്ക് പ്രതിഫലം കിട്ടുമെന്നത്, നമുക്ക് നാളെ അള്ളാഹുവിൽ നിന്ന് പുണ്യം ലഭിക്കുമെന്നത്, നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമെന്നത്, നമ്മുടെ ദർജ ഉയർത്തപ്പെടുമെന്നത്, നമുക്ക് ഇതിനൊക്കെ അള്ളാഹു നമുക്ക് പരലോകത്ത് വെച്ച് ഇതിനൊക്കെ പകരം നൽകുമെന്നത് വലിയ ഒരു അനുഗ്രഹമാണ്, വലിയ ഒരു എന്താ പറയുക ആശ്വാസമാണ് സത്യത്തിൽ. മാലിക് യൗമിദ്ദീൻ അള്ളാഹു നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ്. നമ്മൾ ചെറുതും വലുതുമായ എല്ലാ നമ്മളെ കർമ്മങ്ങൾക്കും നമ്മൾ നാളെ ഉത്തരം പറയേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഈ ജീവിതത്തെ പറ്റി നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും സഹോദരങ്ങളെ, അത് രേഖപ്പെടുത്തപ്പെടും.
ഒന്നുകിൽ അള്ളാഹു അതിന് നമുക്ക് പ്രതിഫലം നൽകും, അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, അത് പുറത്തു തന്നിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഇത് ഒരു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രയാസം സംഭവിക്കുമ്പോൾ നമ്മൾ അവിടെ തട്ടിത്തടഞ്ഞ് വീഴുന്നൊരവസ്ഥ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ കൗൺസിലിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ എന്താണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. എന്താണ് ഇപ്പൊ അവരുടെ നിരാശക്ക് കാരണം? നമുക്ക് കിട്ടാതെ പോയ എന്തോ ഒന്നിന്റെ പേരില്, അയൽവാസിക്കൊണ്ട് എല്ലാവർക്കും കൊണ്ട് എനിക്കില്ല, നമുക്ക് കിട്ടാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുക. എത്രയോ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മറന്നിട്ട് ഇല്ലാത്തതിന്റെ പേരിലുള്ള നിരാശ. ഇപ്പൊ ലോകത്ത് ഏറ്റവും ദീർഘകാലം നടത്തിയ ഒരു പഠനമുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ പഠിപ്പിക്കുന്ന അധ്യാപകരിലും അവിടുത്തെ വിദ്യാർത്ഥികളും അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ അധ്യാപകന്മാരായി അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ മരിച്ചു പോയ കുറെ ആളുകളുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി, നിങ്ങൾ അലിഗഡിലൊക്കെ പോയാൽ അങ്ങനെ കാണാൻ പറ്റും. ഈ പഴയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടാവും, അവിടെ പഠിക്കാൻ വന്ന് പിന്നെ അവിടുന്ന് ഡിഗ്രി കിട്ടി അവിടെ തന്നെ ഫാക്കൽറ്റിയായി ജോയിൻ ചെയ്ത് അവിടെ തന്നെ മരിച്ച് അവിടുത്തെ ശ്മശാനത്തിൽ തന്നെ മറവ് ചെയ്തിട്ടുണ്ടോ. അങ്ങനത്തെ ആളുകളിൽ നടത്തിയ പഠനമുണ്ട്. മരിക്കുന്ന സമയത്ത് ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായ ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാണ് മരിക്കുന്ന സമയത്ത് ദുഃഖിക്കേണ്ടി വരിക എന്നുള്ളത്. അതൊക്കെ പറഞ്ഞ് മരിക്കുമ്പോൾ സന്തോഷം കിട്ടുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. അത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ നമുക്കൊരു മനസ്സിലാക്കാനുള്ള പാടുണ്ട്. അതിലവർ പറയുന്നത് എന്താ വെച്ചാൽ, ആ പഠനത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സങ്കടം ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിലാണ് ആളുകൾ സങ്കടപ്പെടുക. ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ മരിക്കണ നേരത്തെ സങ്കടം ഉണ്ടാവില്ല. ഞാൻ വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കിയില്ലല്ലോ, ഞാൻ വലിയൊരു വീട് വെച്ചില്ലല്ലോ, ഞാൻ വലിയൊരു ബെൻസ് കാറിൽ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ പടച്ചോനെ എന്ന് മരിക്കാൻ നേരത്തെ ഒരാൾക്കും സങ്കടം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടമാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ മരണത്തിന്റെ സമയത്ത്, ആ പഠനത്തിൽ പറയുന്നത്, ആളുകളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാനാണ്. എന്റെ അനിയൻ തെറ്റി നിൽക്കുകയാണ്, ഞാൻ ഒന്ന് സംസാരിച്ച് അതെനിക്ക് ശരിയാക്കാമായിരുന്നു, അല്ലെ? ഒരു മകള് തെറ്റി കുറെ കാലമായിട്ട് ഒരു മകനോട് മിണ്ടാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ മരണപ്പെടുന്നത്. അപ്പൊ ആ മകനോടൊന്ന് മിണ്ടി ഒന്ന് ശരിയാക്കിയിട്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടമായിരിക്കും, ദുഃഖമായിരിക്കും ഒരാളെ ഏറ്റവും കൂടുതൽ മരണത്തിന്റെ സമയത്ത് വേട്ടയാടുക. ഇത് അവരെ പഠനത്തിൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മരിക്കുന്ന സമയം എന്ന് പറയുന്നത് സത്യത്തില് ഇപ്പൊ പുതിയ ഐഡിയകൾ വരും. ഇപ്പൊ ഡെത്ത് കഫേ എന്ന് പറഞ്ഞ സാധനം, ഇത് ഇപ്പൊ ക്യാൻസറൊക്കെ ആയിട്ട് ഒരാൾ മരിക്കാൻ അങ്ങനെ കിടക്കുകയാണ്, എന്തായാലും മരിക്കും ഉറപ്പാണ്, ഇനി 3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ ജീവിക്കുള്ളൂ, എല്ലായിടത്തും കൊണ്ട് ഈ മടക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മരണം ഉറപ്പാണ്. അപ്പൊ അവിടെ ഒരു ഡെത്ത് കഫേ വരുന്നു, എന്നിട്ട് അവിടെ മരണത്തെ പറ്റി സംസാരിക്കുക, മൂപ്പർക്ക് മരണത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് മരണത്തെ പറ്റി പറയാ. അങ്ങനെ അയാൾക്ക് ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാട്, അങ്ങനത്തെ ഒരു ലോകത്തിലെ ഒരു ക്രമത്തിലേക്കാണ് ഇപ്പൊ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കൺസെപ്റ്റ് ഉണ്ട് ഇപ്പൊ. ഇത് മരിക്കാൻ പോകുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. സത്യത്തിൽ അത് ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ഏറ്റവും വലിയൊരു സംഭവിക്കാൻ പോകുന്നൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നമ്മൾ ബേജാറാകേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളെ അള്ളാഹുവിനെ കുറിച്ച് നല്ല ഒരു വിചാരം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ എന്താ വെച്ചാല്, നമ്മളൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിന് രോഗിയാകും. കാരണം അത് മരിക്കുന്ന സമയത്തിലെങ്കിലും ഒരു രോഗിയായിട്ടാണ് അധികം ആളുകളും മരിച്ചു പോവുക. അതുവരെ ചില ആൾക്കാരൊക്കെ ആക്സിഡന്റ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ വരുമ്പോൾ പലപ്പോഴും പറയും, എൻ്റെ അമ്മ 11 പെരിയെന്നാണ് വെച്ചത്, ഇതേവരെ ഡോക്ടറെ ആസ്പത്രി കണ്ടിട്ടില്ല, ആദ്യമായിട്ടോ ഇഞ്ചക്ഷൻ വെക്കാൻ പോണ്, ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതുവരെ ആസ്പത്രി കിടക്കാത്ത ആൾക്കാർ, സൂചി അടിച്ചാത്ത ആൾക്കാർ, ഇതൊക്കെ ഉണ്ട്. അപ്പോ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ രോഗിയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിന്റെ തീരുമാനം. അസുഖം എന്നത് അള്ളാഹുവിന്റെ വിധിയാണ്, അത് തീരുമാനമാണ്. ആ വിധിയിലും തീരുമാനത്തിലും നമ്മൾ പൂർണ്ണമായി തൃപ്തിപ്പെടുക എന്നുള്ളത്. നിങ്ങൾ തൃപ്തിപ്പെട്ടില്ല എന്ന് വിചാരിച്ചോളി, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല, പക്ഷെ ഭയങ്കരമായ നഷ്ടമാണ്.
നമ്മളിങ്ങനെ എന്തേ എനിക്കിത് വരാനുള്ള കാരണം. ചില ആൾക്കാർ പറയും എന്തേ എനിക്കിത് വരാൻ കാരണം. എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താ ഡോക്ടർ ഈ അസുഖം വരാനുള്ള കാരണം. ചില അസുഖങ്ങൾക്കൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ അറ്റാക്ക് ഉണ്ടായാൽ പുക വലിച്ചിട്ടാണ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, ലിവർ അടിച്ചു പോയാൽ മദ്യപിച്ചിട്ടാണ്. എന്നാൽ ചില അസുഖങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ട് കാരണം പറയാൻ പറ്റും. അപ്പോ ഇത് അള്ളാഹുവിന്റെ ഒരു തീരുമാനവും വിധിയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഏത് പ്രയാസകരമായ വിഷമം ഉണ്ടെങ്കിലും ഒരു വിധി വന്നാലും അതിൽ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. അല്ല, നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥമാകും, നമ്മൾ കൂടുതൽ വൈകാരികമാകും, അത് നമുക്ക് പ്രതികരണം മോശമാകും. ഇതൊക്കെ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. നമ്മൾ ബുദ്ധിപരമായി ആലോചിച്ചാലും ആ വിധിക്ക് കീഴ്പ്പെട്ട് സമാധാനമടയുക എന്നതാണ് ഏറ്റവും അനുകരണീയമായിട്ടുള്ള ഒരു നിലപാട് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അജബൻ ലി അംറിൽ മുഅ്മിൻ, ഞാൻ നേരത്തെ പറഞ്ഞ മുഅ്മിന്റെ കാര്യം എന്ത് അത്ഭുതമാണ്. ഒരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും, അപ്പൊ അതിൽ അവന് പുണ്യുണ്ട് എന്നാണ്. ഇനി ഒരു സന്തോഷം ഉണ്ടായാലോ അപ്പൊ അവൻ നന്ദി കാണിക്കും, അപ്പൊ പടച്ചോൻ വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇതേ ജീവിതത്തിലെ ഏതൊരു കാര്യം ഇന്ന് നേരം വെളുത്ത് ഈ ഒരു നേരാകുമ്പോൾ നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഒന്നുകിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണേക്കാരം, അല്ലെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാകണേക്കാരം. സങ്കടം ഉണ്ടായാൽ ക്ഷമിക്കുക, പടച്ചോൻ ഞാനൊരു പുണ്യം തരും. സന്തോഷം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് നമ്മൾ ഉള്ളു തുറഞ്ഞൊരു അൽഹംദുലില്ലാ പറയാം. അപ്പോഴും പടച്ചോൻ നമുക്ക് എന്ത് ചെയ്യും? അതിനൊരു പുണ്യം തരും, പടച്ചോൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നല്ല ഏത് അവസ്ഥയിൽ, എന്തിപ്പോ ക്യാൻസർ ആണ്, അറ്റാക്ക് ആണ്, എന്ത് തരം. ഇപ്പൊ ഒരു ആൻജിയോഗ്രാം ചെയ്തു, 3 ബ്ലോക്കാണ്. ചില പറയും 3 ബ്ലോക്കാണ്, പിന്നെ ചിലപ്പോൾ ബൈപ്പാസ് ചെയ്യാൻ പോലും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അങ്ങനെ എന്ത് പ്രതീക്ഷയില്ലാത്ത ഒരു രോഗനിർണയം നിങ്ങളെ മുമ്പിൽ വന്നാലും സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അങ്ങേയറ്റം പ്രതീക്ഷയുള്ള വിശ്വാസി. അത് വേറെ ആർക്കും ലഭിക്കാൻ സാധിക്കാത്തൊരു സാധനം അള്ളാഹുവിനുള്ള പ്രതീക്ഷ. അതേപോലെ തന്നെ ഭയവും, പടച്ചോനെ പറ്റി ഭയത്തിലും പ്രതിഭയം ഒരേ സമയം അള്ളാഹുവിന്റെ നമ്മളെ ഒരു ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച്, നമ്മുടെ തെറ്റായ നിലപാടുകളെ കുറിച്ച് നമ്മൾ അങ്ങേയറ്റം അള്ളാഹുവിനെ ഭയപ്പെടണം. അതേസമയം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ അങ്ങേയറ്റം പ്രതീക്ഷയും വേണം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുവാവ് രോഗിയായി കിടക്കുന്നു. അദ്ദേഹത്തിനെ സന്ദർശിച്ചപ്പം മരണാസന്നനായ ഒരു യുവാവ്, രോഗബാധിതനായി കിടക്കുന്ന ഒരു യുവാവിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചു. എന്നിട്ട് ചോദിക്കണം, എന്താണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്, എന്താണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ്, ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. എനിക്ക് അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ട്. എന്റെ പാപങ്ങൾ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നു. പക്ഷെ പടച്ചോനിക്ക് പ്രതീക്ഷ ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അന്തരങ്ങള് ഭയവും പ്രതീക്ഷയും, ഈ രണ്ടും ഒരു അടിമയുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ഒന്നിച്ചു വരികയാണെങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അള്ളാഹു അവന് നൽകാതിരിക്കൂല എന്നാണ്. അവൻ എന്താണോ ഭയപ്പെടുന്നത് അതിൽ നിന്നൊരു നിർഭയത്വം അള്ളാഹു അവന് നൽകുമെന്നാണ്. ഈ ഒരു പ്രതീക്ഷ, ഇങ്ങനത്തെ ഒരു ആശ്വാസം വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കാണ്? ഒരു പ്രതീക്ഷയില്ലാതെ റിപ്പോർട്ട് വന്നു, ഒരു ചെറിയ വയറുവേദന, സ്കാൻ ചെയ്തു, എന്തോ ലിവറിൽ തടിപ്പുണ്ട് എന്ന് പറയുന്നത്, കുത്തിയെടുക്കണം എന്ന് പറഞ്ഞു, കുത്തിയെടുത്തു, റിപ്പോർട്ട് കിട്ടിക്കണ്. റിപ്പോർട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല, റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കാണാൻ പോയേക്കാണ്. റിപ്പോർട്ടായിട്ട് വലിയൊരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കള് വന്നിട്ടുള്ളത്. എന്താണ് പറയണത്? അത് കുറച്ച് കുഴപ്പമാണ് എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ഒരു പേടിക്കാല്ല. ജീവിതത്തെ പറ്റി, ഈ ജീവിതം ഞാൻ പറഞ്ഞേ, നമ്മളൊരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. ഒന്ന് ചെറിയ ഒരു ഇഹലോക ജീവിതം, വളരെ കഷ്ടപ്പാടും പ്രയാസമുള്ള ഒരു ഇഹലോക ജീവിതം. അത് വളരെ ചെറിയൊരു സ്റ്റേജാണ്. ആലോചിച്ച് നോക്കി, ഈ പ്രപഞ്ചത്തിന്റെ ആയുസ്സും സൂര്യന്റെയും ചന്ദ്രന്റെ ഒക്കെ ആയുസ് വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്താൻ പോലും ഇല്ല, അത്രയും ചെറുതാണ് ഈ 60-70 കൊല്ലം എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ്, ഒരിക്കലും അവസാനമില്ലാത്ത, അറ്റല്ലാത്ത ജീവിതമാണ്. അവിടെ മരണത്തിന് മരണമുണ്ട് എന്നാണ്, മരണത്തിന് മരണമുണ്ട്, പിന്നെ മരണമല്ല. പരലോകത്ത് എന്താണ്? പരലോകത്ത് മരണം മരിക്കും, പിന്നെ ജീവൻ മാത്രമേ ഉള്ളൂ. അത് കാലാകാലുള്ള ജീവിതമാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ് അതാണ്. ഈ 2 സ്റ്റേജിന്റെ ഇടക്ക് ചെറിയൊരു ബർസഖിയായ ഒരു അവസ്ഥ ഉണ്ട്. ഖബറോടുകൂടി തുടങ്ങുന്ന മരണത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് ആ ഖബറിലൊക്കെ അങ്ങനെ ഒരു ബർസഖിയായ ഒരു ലൈഫും കൂടി അതിന്റെ ഇടയിലുണ്ട്, ചെറിയൊരു ഗ്യാപ്പ്.
ഇതാണ് ഈ ഒരു കൃത്യമായിട്ട് ജീവിതത്തെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ഒന്നാമത്തെ ഒരാൾ മരിക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് അയാൾ പോകുകയാണ്. അത്രേ ഉള്ളൂ. ഒരാൾ മരിക്കുമ്പോൾ അത്രേ ഉള്ളൂ. ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള യാത്രയാണ്. അത് പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും സന്തോഷം. കാരണം രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ത് റിപ്പോർട്ട് നമ്മളെ കാത്തിക്കുകയാണെങ്കിലും, എന്ത് റിപ്പോർട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഒരു പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞാലും, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് വലിയ പ്രതീക്ഷയാണ്. അവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ ഒരു മരണത്തോടു കൂടി ആരംഭിക്കുന്ന ആ ബർസഖിയായ ജീവിതം എന്നത് അത് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും. ഖബർ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഖബർ എന്ന് പറയുന്ന സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരഞ്ഞിരുന്നു എന്നാണ്. ഖബർ കാണുമ്പോൾ കരഞ്ഞിരുന്നു. ഖബറിനെ പറ്റി പറയുമ്പോൾ തന്നെ മൂപ്പര് കരയും. ഖബറിനെ പറ്റി എവിടുന്ന് കേട്ടാലും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ താടി രോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഉറ്റുറ്റി ചാടുന്നതാണ്. ആളുകൾ ചോദിക്കും, അള്ളാന്റെ റസൂൽ സദസ്സിൽ വെച്ച് നരകശിക്ഷയെ പറ്റി പറയുമ്പോഴൊന്നും കരയാത്തത്ര എന്താണ് ഉസ്മാൻ, താങ്കൾ ഖബറിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ കരയുന്നത് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ മനസ്സിൽ കൊത്തി വെക്കേണ്ട ഒരു വാക്കാണ്. എന്താ പറയുക, അള്ളാന്റെ റസൂല് പറയുമായിരുന്നു എന്ത്, ഖബർ എന്ന് പറഞ്ഞാല് അത് പരലോകത്തെ ആദ്യത്തെ സ്റ്റേഷനാണ്, ഫസ്റ്റ് സ്റ്റേഷനാണ്. അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പിക്കാൻ, അവിടെ ആരെങ്കിലും കുടുങ്ങിയാല് അവിടുന്ന് അങ്ങോട്ടൊക്കെ പ്രയാസമായിരിക്കും. അപ്പൊ ആ ഖബറിൽ എന്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പൊ നമ്മളെ ഖബർസ്ഥാനിൽ നമ്മള് ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം, ഒരു പുതിയ ഖബർ വന്നാൽ നമുക്ക് മനസ്സിലാവും. ഒരു ചുവന്ന മണ്ണും ഒരു എന്താണ് വെള്ളത്തിന്റെ ഒരു അടയാളം ഒക്കെ കണ്ടാല് നമുക്ക് മനസ്സിലാവും ഇത് പുതിയ ഖബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ റീസെന്റ് ആയിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിന്റെ അരികിലൂടെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുകയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാണ്, ഈ ഖബറിലുള്ള ആള് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ ഖബറിലുള്ള ആള് എന്താണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിന്റെ ആയുസ്സില്, നിങ്ങൾക്ക് ബാക്കിയുള്ള ആയുസ്സില് ഈ ഖബറാളി ഏറ്റവും പ്രിയങ്കരമായി കാണുന്നത്, ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, അള്ളാന്റെ റസൂലിനെ അറിയുന്നതാണ്. അങ്ങനെ അള്ളാന്റെ റസൂൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തറിയോ, നിങ്ങൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന മിമ്മാ തഹ്കിറൂന വതംഫിലൂന എന്ന് പറഞ്ഞത്, നവാഫിലായിട്ടുള്ള ഐച്ഛികമായ നിങ്ങൾ നിസാരമായി കാണുന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അല്ലാതെ ലക്ഷക്കണക്കിന് റുപ്യല്ലേ അരീകോട് അങ്ങാടിയിൽ ഇവിടെ 3 സെന്റ് 1 കോടിക്ക് വിറ്റു നോക്കും ചാടിച്ചും കേട്ട് പുറത്ത്. അപ്പൊ ഇവിടെ 3 സെന്റ് സ്ഥലം ഉണ്ടായെങ്കിൽ എന്നല്ല ആ ഖബറാളി ആഗ്രഹിക്കണേ. അരീകോട് അങ്ങാടിയിൽ ഒരു 3-4 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, 2 മിനിറ്റ് മതി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ. അതാണ് ഏറ്റവും ആ ഖബറാളിക്ക് പ്രിയപ്പെട്ടത് എന്ന് അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞുതരാണ്. അയാൾക്ക് ഇനി അതുകൊണ്ടൊരു കാര്യമില്ല. അയാളെ കർമ്മങ്ങളൊക്കെ ക്ലോസ് ചെയ്ത്, രേഖയൊക്കെ ക്ലോസ് ചെയ്ത് അയാൾ വിചാരണ കാത്ത് ഖബറിൽ കിടക്കാണ്. നമുക്കാണ് അമൽ ചെയ്യാനുള്ള അവസരമുള്ളത്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് പറഞ്ഞപ്പോ അത് വെറും ഒരു കരച്ചിലല്ല. ചില ആളുകൾ ഖബർ കേട്ടാൽ നോളിച്ചൊക്കെ ചെയ്യും, പക്ഷെ അത് ആ കരച്ചിലുമ നിൽക്കരുത്. അത് കർമ്മങ്ങളായി, വാക്കുകളായി, പ്രവർത്തികളായിട്ട് പുറത്തേക്ക് വരണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അമൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അല്ലെ, മദീന പള്ളിക്ക് സ്ഥലമില്ല, മദീന പള്ളിയിൽ സഹാബത്തിന് കൊള്ളണില്ല, പള്ളി എക്സ്പാൻഡ് ചെയ്യണം. ആരാണ് ആ അടുത്തുള്ള സ്ഥലം പള്ളിക്ക് വാങ്ങിത്തരുക എന്ന് ചോദിച്ചപ്പം അന്നത്തെ കാലത്ത് 1000 ദീനാറ് കൊടുത്തിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ സ്ഥലം വാങ്ങി മദീന പള്ളിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നും അവിടെ നിസ്കരിക്കണ ആളുകളുടെ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മദീനക്കാര് ക്ഷാമമാണ്, പട്ടിണിയാണ്, വരൾച്ചയൊന്നും, വെള്ളം കുടിക്കാല്ല, വെള്ളം കിട്ടാല്ല. അന്ന് ഒരു യഹൂദന്റെ കിണറ്റിലാണ് വെള്ളം ഉള്ളത്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ആരാണ് ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് നൽകുക എന്നാണ്. അന്നത്തെ കാലത്ത് 1000 ദീനാറ് കൊടുത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നാണ്. അപ്പോ വെറും ഖബർ കണ്ടാൽ നോഴ്ചന് മാത്രല്ല, ആ ഖബർക്ക് കൊണ്ടുപോകാനുള്ള, ആ ഖബറിൽ കൂടെ കിടക്കാൻ നമുക്ക് അമലുകൾ നമ്മൾ ചെയ്തു കൂട്ടിയതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നോക്കി, ഒരു കർമ്മ, ഒരു പുഞ്ചിരി, ഒരാളോട് നല്ലൊരു പെരുമാറ്റം, നല്ലൊരു ചിരി ചിരിച്ചാൽ തന്നെ അത് സ്വതക്കയാണെന്ന്. ഒന്നും നിങ്ങളെടുത്ത് കൊടുക്കാനെങ്കിലും ഒരു മനുഷ്യനോട് ഒരു പുഞ്ചിരി ചിരിക്കുക, ഒരു നല്ല വാക്ക് പറയാ, അത് സ്വതക്കയാണ്. ഒന്നിനും സുബ്ഹാനല്ലാഹ് ചെല്ല.
അല്ലെ? ഒരു അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറയാണ്, എന്താണ്? നിങ്ങൾ നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ. ഒരു കാരക്ക ചുള കൊണ്ടെങ്കിലും, ഒരു കാരക്ക കൊണ്ടൊന്നല്ല. പണ്ടത്തെ കാലത്ത് നോമ്പ് തുറക്കാനൊക്കെ പള്ളിക്കല്, ഇപ്പോഴാണ് ഇങ്ങനെ നോയി ചീത്തപ്പഴം സമൂസി പണ്ടൊക്കെ വന്നത്. പണ്ട് ഇക്കൊക്കെ ഓർമ്മയുണ്ട്, ഒരു കാരക്ക, അത് ഉണങ്ങിയ കാരക്ക കയറാ, തൊള്ളിട്ടാൽ തന്നെ തിന്നാൻ പറ്റില്ല. അതിങ്ങനെ 6ഉം 12ഒക്കെ കീറായിട്ട് കയറാൻ കിട്ടുക. അതാണ് നോമ്പ് തുറക്കാൻ കിട്ടുക. അതാണ് ഒരു കാരക്കയുടെ ചുള എന്നാണ്. ആ ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. ഗൗരവാലോചിച്ച് നോക്കി. കാരണം ആ പറയുന്ന ഒരു അതേ കൊടുക്കാൻ കഴിയുള്ളൂ. ഓരോട് പറയണത് കുറെ കൊടുക്കാൻ പറ്റുന്നവരോടല്ല പറയുന്നത്. ഒരു കാരക്കയുടെ ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ എന്നാണ് അല്ലാഹു റസൂൽ. അതിന്റെ ഗൗരവമാണ് സഹോദരങ്ങളെ. ഇപ്പൊ നമ്മുടെ ജീവിതം എന്നത് ഇതിന്മ കടന്നാണ് നമ്മൾ തിരിയേണ്ടത്. ഇവിടെ ഈ ദുനിയാവെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മുടെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറെ നമ്മള് എന്താണ് മതനിരാസത്തിലേക്കും ഈ ഒരു ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ആനന്ദവും ഇതിന്റെ സന്തോഷവും ഈ ദുനിയാവിന്റെ ഒരു ഓളത്തിലാണ് ആൾക്കാർ മൊത്തം ഇന്നത്തെ പുതിയ ജനറേഷൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവ് വന്നു ചേരുമ്പോ സന്തോഷം, അല്ലെ? നല്ലൊരു ജോലി. എന്താണ് സന്തോഷം ചോദിച്ചു നോക്കി? നല്ല ജോലി. അങ്ങനെ ദുനിയാവിന്റെ കുറെ ലക്ഷറീസ് ആണ് സന്തോഷമായിട്ട് കാണുന്നത്. സങ്കടം ഇതൊന്നും ഇല്ലാതിരിക്കലാണ് എന്ത് സങ്കടം, അല്ലെ? ഇപ്പൊ എന്റെ ഭയങ്കര ചൂടാണ്, ഒരു TV ഒരു AC ഇല്ല, അതാണ് ഇപ്പൊ എന്റെ വിഷമം. അല്ലെങ്കിൽ എൻ്റെ മകന് നല്ലൊരു റാങ്ക് കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉണ്ട്, നല്ല വരുമാനമുണ്ട്, എൻ്റെ മക്കളൊക്കെ നല്ല ഗവൺമെന്റ് ജോലി ഉള്ളവരാണ്, അതാണ്. അപ്പൊ എൻ്റെ മകന് ജോലി ഇല്ലാത്തതാണ് എൻ്റെ സങ്കടം. അല്ലെങ്കിൽ എൻ്റെ മകന് ഗവൺമെന്റ് ജോലി ഇല്ലാത്തത്, എൻ്റെ മകന് റാങ്ക് കിട്ടാത്തത്. സഹോദരങ്ങളെ, ദുനിയാവിന്റെ എന്തെങ്കിലും പദവികൾ നേടല് സന്തോഷവും അത് കിട്ടാതെ പോകലോ ഇല്ലാതെ പോകലോ നഷ്ടപ്പെടലോ സങ്കടവുമായിട്ടല്ല ഒരു വിശ്വാസി കാണേണ്ടത്. അതിലൊക്കെ സന്തോഷം സങ്കടമൊക്കെ ഉണ്ടായിക്കോളി, പക്ഷെ ആത്യന്തികമായി സങ്കടമെന്നും സന്തോഷമെന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഖുർആനിൽ ഒരു സ്ഥലത്തും ഈ ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്ന അല്ലാഹുവിന്റെ വഹീൽ എവിടെയും ദുനിയാവ് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. സന്തോഷിക്കാൻ പറഞ്ഞിടത്തൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ ഒരു ഖുർആന് കൊണ്ട് എന്താണ്, ഈ ഖുർആന് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി, ഈ ദീന് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി. അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞത് ഇന്ന് മഗ്‌രിബ് ജമാഅത്ത് അത് കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് എനിക്ക് നമസ്കരിക്കാൻ സാധിച്ചു എന്നത്, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. മുൻഗാമികൾ പറയുമായിരുന്നു എന്നാണ്, എന്താണ് അവര് എന്റെ കുട്ടി മരിച്ചു, താബീങ്ങളുടെ പണ്ഡിതൻ പറഞ്ഞാൽ എന്റെ കുട്ടി മരിച്ചപ്പോൾ കുറെ ആളുകൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു എന്നാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നല്ല കാര്യം. പക്ഷേ എന്റെ അസർ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പം ഒരാള് പോലും എന്നെ ആശ്വസിപ്പിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതാണ് വിഷമം. എന്റെ അസർ എന്ന് പോയി, എന്റെ ജമാഅത്ത് അസർ നമസ്കാരം എന്ന് പോയി എന്നത് അത് നമുക്കൊരു വിഷമമായി മാറണം. ഇന്ന് ഞാൻ ഖുർആൻ ഓതിയിട്ടില്ലല്ലോ റബ്ബേ എന്നതായിരിക്കണം നമ്മുടെ സങ്കടം. എന്റെ മകനെ മുന്നത്തെ സ്വപ്ന് കാണാനില്ലല്ലോ എന്നതായിരിക്കണം എന്റെ വിഷമം. എന്റെ മകന് സർക്കാർ ജോലി കിട്ടിയില്ല എന്നതായിരിക്കരുത് നമ്മുടെ വിഷമം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ, നമ്മളെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്താൻ നമുക്ക് ഈ ഇന്നത്തെ ഈ ലോകത്ത് സാധിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനത്തെ ദുനിയാവുമായിട്ട് വല്ലാതെ തൂങ്ങി നിൽക്കുന്ന ഒരു ഓളത്തിലാണ് എല്ലാ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകരുത് സഹോദരങ്ങളെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ്, ഈ ദുനിയാവിന് അള്ളാന്റെ റസൂല് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ വില കൽപ്പിക്കുമായിരുന്നെങ്കിൽ സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് പട്ടിണി കിടക്കുമോ? അള്ളാന്റെ റസൂലിന്റെ ഉറങ്ങി എണീറ്റ് പോകുമ്പം ആ പരുത്ത ഈത്തപ്പനയുടെ പട്ടയുടെ പാട് പുറത്ത് കണ്ടിട്ട് സഹാബത്ത് ചോദിച്ചില്ലേ, അള്ളാന്റെ റസൂലെ അത് കാണുമ്പോ ഒരു വിഷമുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു മെത്തയുണ്ടാക്കി തരട്ടെ എന്ന് പറഞ്ഞപ്പം ഞാനും ദുനിയാവുമായിട്ട് എന്തൊരു ബന്ധമാണ് എന്നാണ് അള്ളാന്റെ റസൂൽ ചോദിച്ചത്. അവിടെ സഹോദരങ്ങളെ, ഇതൊക്കെ ലക്ഷറിയൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതൊന്നും നമ്മുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും അടിസ്ഥാനമായി ദുനിയാവ്. നമ്മൾ വന്നത് നമ്മൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാനാണ്. അത് ദുനിയാവ് കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ നമുക്ക് ഈ ദുനിയാവിന്റെ ഓരോ സാധനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മൾ മുന്നേറുന്നല്ലാതെ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും ദുനിയാവിനെ നിരാകരിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, പക്ഷേ ആ പടച്ചോനെ കുറിച്ചുള്ള ബോധവും നമ്മൾ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് വന്നത് എന്നത് കൃത്യമായിട്ടൊരു ബോധം നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രോഗിയായി കഴിഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നുള്ളൊരു ബോധം. അതേപോലെ ഇത് ഒരേ സമയം ഭയവും പ്രതീക്ഷയും നിലനിർത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ്. അതേപോലെ തന്നെ ഈ രോഗം എത്ര മൂർച്ഛിച്ചാലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ മരണത്തെ
അത്രയും പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത്രയും പ്രയാസം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണം, ഒരു രോഗം വന്നിട്ട് അങ്ങേയറ്റങ്ങൾ ഇടങ്ങാറായാലും لا يتمنين أحدكم الموت من ضر أصابه فإن كان لا بد فاعلا فليقل لنا. അങ്ങനെ അത്യാവശ്യമാണ്, ഒരു അത്രയും പ്രയാസമാണെങ്കിൽ അവൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. അല്ലാഹുവേ നീ എന്താണ് എനിക്ക്, അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നതിലാണ് എനിക്ക് നന്മയുള്ളത് എങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ, മരണപ്പെടുന്നതിലാണ് എനിക്ക് നന്മയുള്ളതെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അങ്ങേയറ്റം പ്രയാസാണെങ്കിലും നമ്മൾ മരണത്തെ ആഗ്രഹിക്കരുത്. ഇനി കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഹക്കായ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അത് കൊടുത്തു വീട്ടണം. അത് പറഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ പറഞ്ഞു തീർക്കണം. ഇനി പറയാൻ പറ്റൂലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് എങ്കിലും നമ്മളിട്ട് ഇനി നേരിട്ട് പറയും. അങ്ങനെങ്കിലും നമ്മൾ നാളെ പരലോകത്ത് പടച്ചവനോട് അങ്ങനെങ്കിലും പറയാൻ, നീ മരിച്ചു പോയവരാണ് അച്ഛനെ. ഇപ്പൊ നമ്മൾ ആരൊക്കെയോ മാനസികമായും ശാരീരികമായൊക്കെ ആരെങ്കിലും പ്രയാസപ്പെടുത്തി അവർ വഫാത്തായും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങേയറ്റം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക? മറ്റുള്ളവരോടുള്ള ബാധ്യതകളും കടപ്പാടുകളും ഉണ്ടെങ്കിൽ നമ്മളത് വീട്ടണം. എന്തെങ്കിലും വസിയത്തുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കണം. അത് നമ്മൾ ഒരിക്കലും അലംഭാവം കാണിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഒരാൾ രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് അത് കാത്തു സൂക്ഷിക്കണം. അതേപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുന്ന ആളുകൾ, രോഗികളെ സന്ദർശിക്കുന്നവര്, രോഗികൾക്ക് പരിചരണം നൽകുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ ഈ വയസ്സായ ആൾക്കാരെ നോക്കുന്ന ആളുകള്, ഈ കൂടെ നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ സന്ദർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നത് രോഗം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് അയാളാണ് രോഗി, നാളെ നമ്മളായിരിക്കാം. ഈ രോഗിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് പ്രവാചക ചര്യ. രോഗിനെ സന്ദർശിക്കുന്നത് തന്നെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ സന്ദർശിക്കാൻ പാടില്ലാത്ത, സന്ദർശകരെ വിലക്കിയിട്ടുള്ള അസുഖമാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സന്ദർശനം ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും അടുത്ത ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള എന്താ വെച്ചാല് ആളുകൾ, രോഗികളായ ആളുകൾ നമസ്കാരത്തിന്റെ കാര്യത്തില് വളരെ അലംഭാവമാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നജസാണ്. ഇപ്പൊ മൂത്രത്തിന് ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കൂല. മൂത്രത്തിന് ട്യൂബ് ഇട്ടാ പിന്നെ ആൾക്കാർ നിസ്കരിക്കൂല. മൂത്രമുള്ളതുകൊണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം, നിസ്കാരം എന്നത് സമയബന്ധിതമായ ആരാധനയാണ്. അതൊരു സമയം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വേണം. ഇപ്പോ ഒരാഴ്ച അടുപ്പിച്ച്, അപ്പൊ ഒരാഴ്ച നിസ്കരിച്ചിട്ടേ ഇല്ല, എന്നിട്ടോ പിന്നെ അങ്ങനെ ഓരോ ദിവസവും 2 ദുഹർ 3 ദുഹർ 4 അസർ, ഇങ്ങനെ 100 അസറൊക്കെ അങ്ങനെ നിസ്കരിച്ച് പോയിട്ട. അങ്ങനെ ഒരു ചര്യ ഇസ്ലാമിലില്ല. നിസ്കാരം എന്നത് സമയബന്ധിതമായി അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. അത് ഇന്ന് ളുഹറിന്റെ സമയം, ഇന്നിപ്പോ മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു. നമസ്കാരം ഖളാ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളൂ? ഉറങ്ങിയ ആൾക്കും മറന്ന ആൾക്കും മാത്രമേ നിസ്കാരം ഖളാ ഉള്ളൂ. അതല്ലാത്ത ആൾക്ക് എന്ത് ഖളാണ്? ഒരാൾക്ക് ബോധമുണ്ടെങ്കിൽ, അയാൾ നിസ്കാരം നിർബന്ധമുള്ള ആളാണെങ്കിൽ അയാൾ അത് എങ്ങനെ കഴിയുമോ അങ്ങനെ നിർവഹിക്കണം. ഒന്നുമില്ലെങ്കിൽ തയമ്മം ചെയ്യണം. വെള്ളം ഇല്ലെങ്കിൽ, വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല്ലെങ്കിൽ തയമ്മം ചെയ്യണം. നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കണം, ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കിടക്കണം. കിടന്നിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും നമസ്കരിക്കാൻ പറ്റുമെങ്കിലും. ഈ നമസ്കാരം ളുഹറും അസറും ജമ്മാക്ക, മഗ്‌രിബും ഇശാവും ജമ്മാക്കി ഒരു സമയത്ത് മഗ്‌രിബിന്റെ സമയത്തോ ഇശാന്റെ സമയത്തോ നിസ്കരിച്ചാൽ മതി രോഗികളെ സംബന്ധിച്ചിടത്തോളം. എന്നാലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അത് നമ്മൾ രോഗിനെ സന്ദർശിക്കുമ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ എന്തൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലെ? പൈസ കൊടുക്കും, ബില്ലടക്കണോന്നും, ബില്ലടക്കാനുള്ള സൗകര്യം ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ കാര്യം എന്താണ്? അത് ചോദിക്കുന്ന വേണം. നമ്മൾ ഒരിക്കലും നമ്മളത് ആളുകൾ ചെയ്യുണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടില് 90% ആളുകളും അത് ഖളാ വീട്ടുകൾ ചെയ്യുന്നത്, ആ സമയത്ത് നിസ്കരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമസ്കാരത്തിന്റെ ഗൗരവം രോഗികളെ പറഞ്ഞ് കൃത്യമായിട്ട് ബോധ്യപ്പെടും. കാരണം ഈ രോഗാവസ്ഥയിൽ മരണപ്പെടുമെന്ന് ഒരാൾക്കും അറിയില്ല. രോഗാവസ്ഥയിലാണ് ഒരാൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് അടുക്കേണ്ട സന്ദർഭം. ആ സമയത്ത് പോലും നമസ്കരിക്കാതെ എന്ന് പറയുമ്പോൾ എന്തൊരു അലംഭാവമാണ് ആളുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തണം. അതേപോലെ തന്നെ പലപ്പോഴും ആളുകൾ, ചെറുപ്പക്കാരാണെങ്കിലൊക്കെ മൊബൈലിലും അതേപോലെ ടിവിയും സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ സമയം തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണാം.
ഇപ്പോൾ ഈ ആക്സിഡന്റും അങ്ങനത്തെ സർജറിക്ക് ചെയ്ത ആളുകളാണ് പൊതുവെ നമ്മൾ കാണാറുള്ളത്. അവരൊക്കെ അങ്ങനെ തന്നെ മൊബൈലിലും കോമഡിയും അതേപോലെ തന്നെ ടിവിയും കണ്ടിട്ട് അങ്ങനെ സമയം കൊല്ലുന്നതായിട്ടാണ് നമ്മൾ കാണുക. സഹോദരങ്ങളെ, ഓരോ സെക്കൻഡും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഖബറിന്റെ അരികിലൂടെ അള്ളാന്റെ റസൂൽ നടന്നു പോയപ്പം ആ ഖബറാളി ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ ഖബറാളി ആഗ്രഹിക്കണം എന്താ അറിയോ? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. എത്ര റീൽസുകളും എത്ര കോമഡികളും എത്ര വീഡിയോകളുമാണ് സഹോദരങ്ങളെ നമ്മൾ കണ്ടു തള്ളുന്നത്. വാട്സപ്പിൽ വരുന്നത് മുഴുവൻ കണ്ട് ചിരിച്ച് ഒരായത്തിന്റെ ഗൗരവം പോലും അള്ളാഹു ഖുർആനിൽ ഒരായത്ത് പറയുമ്പോൾ അത് ഓതാനോ അത് മനസ്സിലാക്കാനോ അതിന്റെ ഗൗരവം പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ മലീമസമായ ഈ കോമഡികളും ഈ വാട്സപ്പിൽ വരുന്ന കംപ്ലീറ്റ് അതൊക്കെ കണ്ട് ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരായത്ത് കേൾക്കുമ്പോൾ അതിന്റെ ഒരു ഗൗരവം നമ്മളെ മനസ്സിൽ വരില്ല. അതുകൊണ്ടാണ് വരാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രത്യേകിച്ച് രോഗമായിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ ദിക്റുകളിലൂടെ ദുആകളിലൂടെ ഇതൊക്കെ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ എന്താ നിങ്ങൾ നല്ലപ്പം കാലത്ത് പടച്ചോനായിട്ട് ബന്ധമുണ്ടെങ്കിൽ രോഗിയാവുമ്പോഴും ആ ബന്ധം നിലനിർത്താൻ കഴിയുള്ളൂ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, മരിക്കുമ്പം കെലിമ ചെല്ലണം എന്നുണ്ടെങ്കിൽ ജീവിക്കുമ്പം കെലിമ ചെല്ലുവാൻ തന്നെ പറ്റുള്ളൂ. അതായത് ഓരോ പ്രയാസം ഉണ്ടാവുമ്പോഴും അതിൽ പടച്ചോനെ ഓർക്കാനും പടച്ചോനോട് സഹായം തേടാനും കഴിയണോന് മാത്രമേ ആ ഒരു പ്രയാസം ഉണ്ടാവുമ്പോഴും അതിന് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു ശീലമാക്കി നമ്മൾ മാറ്റണം. എന്തൊരു പ്രയാസം ഉണ്ടാവുമ്പോഴും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അത് വല്ലാത്തൊരു വാക്കാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നത് നിങ്ങൾ ആലോചിക്കുക. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം തിമ്മീങ്കലത്തിന്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ച ചെല്ലിയ ദിക്റാണ്, പ്രാർത്ഥനയാണ്. അതൊരു പ്രാർത്ഥന തന്നെയാണ്. ഒരു പ്രതീക്ഷയില്ല. നിങ്ങൾ ആലോചിക്ക്, ഒരു തിമ്മീങ്കലം വിഴുങ്ങിയിട്ട് ഒരു ആഴക്കടലിന്റെ അന്ധകാരത്തില്, കടലിന്റെ അടി അങ്ങേയറ്റത്ത് ഇരുട്ടായിരിക്കും. അത് തിമ്മീങ്കലം ഇങ്ങനെ മേലെ കൂടെ പരലുമാരി നടക്കണ മീനല്ല തിമ്മീങ്കലം എന്ന് പറഞ്ഞാൽ. തിമ്മീങ്കലം ആഴത്തിലുണ്ടാകും. ആഴക്കടലില് തിമ്മീങ്കലത്തിന്റെ വയറ്റിൽ പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒരു ചെറിയ കിതാബിനെ എഴുതിയില്ലേ ഈ ഒരു ദുആന്റെ പേരിൽ. കാരണം അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ആ ഒരു കെലിമത്ത് കൊണ്ടാണ് ആ തിമ്മിങ്കൽ എന്ത് ചെയ്തത്? യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുറത്തു പോയിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? ആ പുറത്തു പോയിട്ട് തുപ്പിയത്, ജീവൻ തിരിച്ചു കിട്ടിയത്. നിങ്ങളെ മുമ്പിൽ ഒരു പരിഹാരവുമില്ല എന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭത്തിൽ, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും ചെല്ലാൻ പറ്റിയൊരു സാധനമാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അത് വല്ലാത്ത തൗഹീദാണത്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനല്ല. തൗഹീദിന്റെ ഏറ്റവും പ്രോജ്വലമായ ഒരു വാക്കാണത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അപ്പൊ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ എന്തൊരു ഇടങ്ങേറുണ്ടെങ്കിലും അത് ചെല്ലി ശീലാക്കണം. അപ്പോഴേ നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോഴും അത് ചെല്ലാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സഹോദരൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ദീനിന്റെ അല്ലാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ ഒരു വൈബാക്കി മാറ്റാൻ, അത് ജീവിതത്തിന്റെ ഒരു താളമാക്കി എടുക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. അതിനാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. അതെന്താണ് തടസ്സമുള്ളത്? അതാണ് എന്താണ് ഇപ്പൊ ഇതിന് തടസ്സം? ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്, ഇതൊക്കെ ചെയ്യുന്നവരാണ്. പിന്നെ ഈ ദുനിയാവാണോ സഹോദരങ്ങളെ ഇതിനുള്ള തടസ്സം? ഈ ദുനിയാവും അതിന്റെ ഒരു ഓളത്തിലും പെട്ടിട്ടാണോ ഇത് നമ്മൾ മറന്നു പോകുന്നുണ്ടോ? അതല്ല, ഇതൊന്നും സത്യമല്ല നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ട്? ഈ മരണത്തിന് ശേഷം നമ്മൾ ആരും ജീവിച്ചു വരില്ല, ഇതൊക്കെ വെറുതെ പൊട്ടീസാക്കാൻ വേണ്ടി പറയണ, ഈ പടച്ചോനൊന്നുമില്ല, അങ്ങനെ ഇവിടെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച ഒരു അല്ലാഹുവിന് നിങ്ങളെ രണ്ടാമതും തിരിച്ച് പുനർജീവിപ്പിച്ച് കൊണ്ടുവരാൻ എന്ത് പ്രയാസമാണുള്ളത് സഹോദരങ്ങളെ. ഒരു സൃഷ്ടിപ്പ് നടത്തുമ്പോൾ അത് മനുഷ്യനാണെങ്കിൽ പോലും ആദ്യം ഉണ്ടാക്കാനാണ് പ്രയാസം. രണ്ടാമത്തെ സൃഷ്ടിപ്പിന് ഒരു പ്രയാസമില്ല. കോപ്പി വെച്ചാൽ മതി. ഒരു സാധനം ഉണ്ടാക്കുക, രണ്ടാമത് കോപ്പി ചെയ്താൽ മതി. ആദ്യങ്ങൾ ഉണ്ടാക്കിയ അല്ലാഹുവിന്, ആദ്യം നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിന് രണ്ടാമത് നിങ്ങളെ കൊണ്ടുവരാൻ എന്ത് പ്രയാസമുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിക്കുന്നത്? കൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാത. നിങ്ങൾ ആലോചിച്ച്, മാതാവിന്റെ ഉദരത്തിൽ നിങ്ങൾ 2 കോശമായി 4 കോശമായി, ഒരു രൂപമുള്ളതും രൂപമില്ലാത്തതും രൂപമുള്ളതുമായ ഭ്രൂണമായി ഈ ജീവൻ ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരു സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഡോക്ടർമാരെന്താ 4 ആഴ്ചന്റെ 3 ആഴ്ചന്റെ ഒക്കെ സ്കാനിങ് എടുത്താല് അതിൽ ഒരു ഫീറ്റൽ പോൾന്നോ ഫീറ്റസ് ഉണ്ടാവുള്ളൂ. ജീവനുള്ള കുട്ടീനെ അതിൽ എഴുതൂല.
ഒരു മിടിക്കുന്ന ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ജീവനുള്ള കുട്ടി എന്ന് പറയുള്ളൂ. അപ്പൊ ജീവനില്ലാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമുക്ക് ജീവൻ കിട്ടിയത്. ആ ജീവൻ എവിടുന്ന് വന്നു സഹോദരങ്ങളെ? ആ ജീവൻ ആരാണ് നൽകിയത്? ആ ജീവൻ ആരാണ് എടുക്കുന്നത്? ആ ജീവന് ഒരു ഉടമസ്ഥനിന്റെ സഹോദരങ്ങളെ. ആ സൃഷ്ടാവിനെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. എത്ര സുന്ദരമായിട്ടാ പടച്ചോൻ പറഞ്ഞത്. നിങ്ങളെ ജീവനില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ചു, പിന്നെ നിങ്ങളെ ജീവൻ നൽകി, നിങ്ങളെ മരിപ്പിക്കും, വീണ്ടും നിങ്ങൾ അവൻ ജീവിപ്പിക്കുന്നതാണ്. അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിചാരണക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളത് അത് 100% ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ എന്താണ് ഇതിൽ വിശ്വസിക്കാനുള്ള തടസ്സം? എന്താണ്? 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു പ്രവാചകൻ, ഒരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു പ്രവാചകൻ ഇത് പറഞ്ഞു എന്നത് സഹോദരങ്ങളെ ആലോചിച്ച് ലോക ചരിത്രം പഠിച്ച ആർക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് അല്ലെ? ലോകത്തിലെ ഓരോ സാംസ്കാരികതകൾ എടുത്തു നോക്കിയാലും, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരികത, സിന്ധു നദീതട സംസ്കാരമാണെങ്കിലും, ലോകത്ത് എവിടെ സംസ്കാരങ്ങൾ വളർന്നു വന്നിട്ടുണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പൊ സിന്ധു നദീതടത്തിന്റെ തീരത്താണ് ഒരു സംസ്കാരം ഉണ്ടായി വന്നത്, അല്ലെങ്കിൽ നൈൽ നദീതടത്തിന്റെ തീരത്താണ് അവിടെ ഒരു സംസ്കാരം ഉണ്ടായി വന്നത്. എന്നാൽ നിങ്ങൾ നോക്കി, ഇതൊന്നുമില്ലാത്തൊരു സ്ഥലം അല്ലെ? നിങ്ങൾ ലോക ചരിത്രം എടുത്ത് നോക്കിയാല്, ലോകത്തിന്റെ മാപ്പ് എടുത്ത് നോക്കിയാല്, ഒരു ഭാഗത്ത് പേർഷ്യൻ ബാബിലോണിയൻസും അങ്ങനത്തെ റോമക്കാരും ബാബിലോണിയൻസ് ഉള്ള അലക്സാണ്ട്രക്കല്ലിൽ ജീവിച്ചിരുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് നോക്കിയാൽ പേർഷ്യൻ രാജാക്കന്മാരും മംഗോളിയൻസ് ഒക്കെ ഉള്ള ഒരു ലോകമാണ് ഇവിടെ കാണാൻ പറ്റുക. ഇതിന്റെ നടുവില് ആർക്കും വേണ്ടാത്ത, ഒരു ഫലഭൂയിഷ്ഠതയും ഇല്ലാത്ത, ഒരു നാഗരികതയും ഇല്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലമാണ് അറേബ്യ എന്ന് പറഞ്ഞത്. അറേബ്യ, അവിടെ ഒരു സംസ്കാരം ഉണ്ടാകാൻ വേണ്ട ഒരു സാധനം ആ മണലാരണ്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. അവിടെ കൃഷിയില്ല, അവിടെ വെള്ളമില്ല, അവിടെ ഒരു സംസ്കാരം ഉയർന്നു വരാൻ ആവശ്യമായ ഒരു സാധനവും ഇല്ലാത്ത, ലോകത്തിലെ ഒരു ശക്തികളും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമാണ് ഈ നടുവ് കിടക്കുന്ന അറേബ്യ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തും സംസ്കാരങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. വലിയ വലിയ ചക്രവർത്തിമാരും രാജാക്കന്മാരും ഉണ്ടായി വന്നിട്ടുണ്ട്. അതിന്റെ മറ്റേ ഭാഗം എടുത്ത് നോക്കിയാലും അവിടെ വലിയ വലിയ സാംസ്കാരികതകൾ 700-900 വർഷം നീണ്ട ചക്രവർത്തിമാരൊക്കെ ഭരണം നടത്തിയിട്ടുള്ള നാടുകളാണ് അതിന്റെ അപ്പുറവും ഇപ്പുറം ഉള്ളത്. ആ നടുവിലുള്ള ആ മണൽക്കാട്ടിൽ മാത്രം ഒരു സാംസ്കാരികതയും ഒരു നഗരവും അവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യവും ഇല്ലാത്തൊരു നാടാണ്. ആർക്കും വേണ്ടാത്തൊരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ നോക്കി, അവിടെ ഒരു സംസ്കാരം ഉദയം ചെയ്യാണ്. അവിടെ മുഹമ്മദ് നബി, അവിടെ എന്താണ് ആകട്ടായത് ചോദിച്ചാല്, എന്താണ് ആ മണലാരണ്യത്തിൽ ഉണ്ടായ അത്ഭുതം എന്ന് ചോദിച്ചാല്, അതൊരു പ്രവാചകൻ മാത്രം അല്ലെ? അവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം, വെള്ളമില്ല, കൃഷിയില്ല, ഒന്നുമില്ല. പിന്നെ എന്തുണ്ടായത്? അവിടെ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു മാത്രം. ഒരു പ്രവാചകനെ നിയോഗിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 130 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ തുടങ്ങിയിട്ട് ആ 130 വർഷം കഴിയുമ്പോൾ അതിന്റെ ഇപ്പുറവും അപ്പുറവുമുള്ള വർഷങ്ങളുടെ 900 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള 2 നാഗരികതകളെയും അത് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. അമവി ഭരണകാലം അവസാനിക്കുമ്പോൾ ഹിജ്റ 130 നിങ്ങൾ ലോക ചരിത്രത്തിന്റെ മാപ്പ് എടുത്ത് നോക്കി, ഇവിടെ സ്പെയിന് മുതൽ ന്യൂഡൽഹി വരെ ഉള്ള ഈ ലോകത്തിന്റെ പകുതി ഭാഗം അന്ന് മുസ്ലിങ്ങളുടെ കീഴിലാണ്. 130 വർഷം കൊണ്ട്. അത് അപ്പുറത്തുണ്ടായിരുന്ന റോമക്കാരും ഇപ്പുറത്തുണ്ടായിരുന്ന പേർഷ്യക്കാരും ഒക്കെ നോക്കി, ഇപ്പുറത്തുള്ള പേർഷ്യക്കാരും അപ്പുറത്തുള്ള റോമക്കാർക്കും അവർക്കൊക്കെ 900 വർഷത്തിന്റെയും 700 വർഷത്തിന്റെയൊക്കെ പാരമ്പര്യമുണ്ട്. അവർക്കൊക്കെ സുസജ്ജമായ അവരുടെ ആർമി സംവിധാനങ്ങൾ, സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഈ ചെറിയ മനുഷ്യന്മാര് തോൽപ്പിച്ചു കളഞ്ഞു. സ്വന്തമായി സൈന്യമില്ലാത്ത, അങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിം ഭരണം എടുത്തു നോക്കിയാല് അവിടെ പ്രത്യേകിച്ച് സൈന്യങ്ങളൊന്നുമില്ല. ജിഹാദിന് പോകാൻ പറഞ്ഞ സാധാരണക്കാരനാണ് ജിഹാദിന് പോണത്. അല്ലാതെ ഇങ്ങനെ വാളും പയറ്റും അമ്പും വില്ലും ആയിട്ട് നടക്കുന്ന ആളുകളല്ല അന്ന് യുദ്ധത്തിന് പോകുന്നത്. ആലോചിച്ച് നോക്കി. അപ്പോ ഈ 600-700 വർഷത്തെ പാരമ്പര്യമുള്ള ഈ 2 നാഗരികതകളെയും 130 വർഷം കൊണ്ട്, 130 വർഷത്തെ ചരിത്രം പാരമ്പര്യമുള്ള ഒരു സംസ്കാരം അവരെ കീഴ്പ്പെടുത്തിയെങ്കിൽ സഹോദരങ്ങളെ, അവിടെ ഉണ്ടായത് എന്താണ്? അവിടെ ഒരു പ്രവാചകനാണ് ഉണ്ടായത്. ആ പ്രവാചകന് എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത്? അത് അള്ളാഹുവിൽ നിന്നുള്ള വഹി കൊണ്ടാണ്. അതുകൊണ്ട് ചരിത്രം പഠിച്ച കൃത്യമായിട്ട് മനസ്സിലാകും, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് അത് പ്രവാചകനാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹിയുള്ള നബിയാണ് എന്ന് നമുക്കത് പഠിച്ച ബോധ്യപ്പെടും. ലോക ചരിത്രം പഠിച്ച് ആർക്കും അത് മനസ്സിലാകും. അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല.
ഒരു ജീവന്റെ ഒരു ആൾ താമസത്തിന് ഒരു ഇതില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കൃഷിക്ക് അറേബ്യ പറ്റൂല. ആ മക്കയില് എന്ത് കൃഷി അവിടെ ഉള്ളത്? ലോകത്തിലെ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് ഇറക്കുമതി ചെയ്യാണ്. ഒരു കൃഷിക്ക് അനുയോജ്യമായ നാടല്ല, ഒരു പട്ടണം അവിടെ അല്ല. ഒരു പട്ടണമോ ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു പട്ടണമോ നാഗരികതയോ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടേക്ക് ഒരു മനുഷ്യൻ വന്നു, അദ്ദേഹത്തിന് വഹി കിട്ടി, അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ ജീവിച്ചു, സഹാബികളായ ആളുകൾ. അവരാ ദീൻ ഏറ്റെടുത്തു, അല്ലാഹു തൃപ്തിപ്പെട്ടു, റളിയല്ലാഹു അൻഹു എന്നാണ്. സഹോദരങ്ങളെ, കാരണം എന്താ? അത് അവരുടെ മനസ്സാണ്. അവർ അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഇവിടെ മറ്റു മതസ്ഥരായ ആളുകൾ, ഇവിടെ ഈ ശബരിമലയിൽ പോണ ആളുകളും മറ്റു മതസ്ഥരായ ആളുകൾ, അവരൊക്കെ അവരുടെ ദൈവത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഈ തണുപ്പിൽ നീച്ചിട്ട് കുളിക്കാനും വ്രതമെടുക്കാനൊന്നും സാധിക്കൂല. അവരവരുടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ അല്ലാഹുവിനെ ഏറ്റവും ശക്തമായി സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഉഹുദ് യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഒരു രണ്ടാളും ഇങ്ങനെ സംസാരിക്കുക. സഅദ് ഇബ്നു അബീ വഖാസും അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടി യുദ്ധം തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ പറയണേ, നമ്മൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാൻ? ഞാൻ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ആമീൻ പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഞാനും ആമീൻ പറയും. ഇവിടെ എന്താ പ്രാർത്ഥിക്കണോ? ആദ്യം സഅദ് ഇബ്നു അബീ വഖാസ് പ്രാർത്ഥിക്കണം, ഈ വരാൻ പോണ ഈ യുദ്ധത്തിൽ ശക്തനായ ഒരു എതിരാളിയെ എനിക്ക് കിട്ടണം എന്നാണ്. എന്നിട്ട് ഞാനും അദ്ദേഹവും ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടണം. എന്നിട്ട് ഞാൻ അയാളെ വധിക്കണം. അപ്പൊ രണ്ടുപേരും ആമീൻ പറയും. അടുത്തത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ടേൺ ആണ്. അപ്പൊ അദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, ഈ വരാൻ പോണ യുദ്ധത്തിൽ ശക്തനായ ഒരു എതിരാളിയെ എനിക്ക് കിട്ടണം. എന്നിട്ട് ഞാനും അയാളും ശക്തമായ ഫൈറ്റിംഗ് നടക്കണം. എന്നിട്ട് അയാൾ എന്റെ മൂക്ക് മുറിക്കണം, എന്റെ വായ ഛേദിക്കണം. അങ്ങനെ അയാൾ എന്നെ കൊല്ലണം. എന്നിട്ട് അല്ലാഹു എന്നോട് ചോദിക്കണം, ജഹ്ഷേ നിന്റെ മൂക്കെവിടെ എന്ന് നാളെ മഹ്ശറയിൽ വെച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കണം, അത് ഞാൻ അല്ലാഹുവേ നിനക്ക് നിന്റെ മാർഗത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിൽ എനിക്ക് രക്തസാക്ഷിത്വം തരണേ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചപ്പം സഅദ് ഇബ്നു അബീ വഖാസ് അന്തം വിട്ടുപോയി എന്നാണ്. പക്ഷെ രണ്ടുപേരും ആമീൻ പറഞ്ഞു. അങ്ങനെ യുദ്ധം തുടങ്ങി, യുദ്ധം അവസാനിച്ചു. 70ഓളം സഹാബിമാരാണ് അന്ന് ഉഹുദിൽ ഷഹീദായത്. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് പ്രാർത്ഥിച്ച പോലെ തന്നെ ശക്തനായ ഒരു എതിരാളിയെ കിട്ടി. അദ്ദേഹം ആ എതിരാളിയെ വധിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഈ ശുഹദാക്കൾ അങ്ങനെ തപ്പി നടക്കുകയാണ്, എവിടെയാണ് ജഹ്ഷ് എന്നറിയാൻ. അങ്ങനെ ഒരു മൂലയിൽ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ മൃതദേഹം അല്ലെങ്കിൽ മയ്യത്ത് കാണുകയാണ്. എന്താണ്? മൂക്ക് ഛേദിക്കപ്പെട്ട നിലയിൽ, വായ ഛേദിക്കപ്പെട്ട നിലയിൽ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നിലയിൽ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ മയ്യത്ത് കാണുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ സഹോദരങ്ങളെ? അത് അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരാണ്. ആ സ്നേഹം അവർ ജീവിതം കൊടുത്ത് തെളിയിച്ചു സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അവരെ പറ്റി അല്ലാഹു റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. അവര് പോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഒരു ചെറിയ പ്രയാസം ഉണ്ടാകും, പടച്ചോനെ ഇന്നോട് ഇത് വേണ്ടീനോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, എന്നോട് എന്തിനാ പടച്ചോനെ, എന്തിനാ പടച്ചോനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്തിനാ അങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് നമ്മൾ എത്ര കൂളായിട്ടാണ് സഹോദരങ്ങളെ പറയുന്നത്. പക്ഷേ അവരവരുടെ ജീവനാണ് എന്ത് ചെയ്തത്? ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയത്. അതുകൊണ്ട് അവര് നടന്നുപോയ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് ആ സ്നേഹം, പടച്ചവനോടുള്ള സ്നേഹം തെളിയിക്കണം. ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് അതിന് അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി. അതാണ് സഹോദരങ്ങളെ ഈ തൗഹീദ് എന്ന് പറഞ്ഞത്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അല്ലാഹുവാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കും എന്റെ ജീവിതത്തിൽ ഒരു നന്മയോ തിന്മയോ കൊണ്ടുവരാൻ സാധ്യമല്ല. അത് ജിന്നാകട്ടെ, മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ആർക്കും സാധ്യമല്ല എന്ന ഏറ്റവും ഉറച്ച ബോധ്യവും വിശ്വാസവും. അതാണ് തൗഹീദ്.
അതുള്ളവരാണ് സഹോദരങ്ങളെ വിശ്വാസികള്. ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ എല്ലാവർക്കും വരും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വന്നിട്ടുണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പം നിരാശപ്പെടുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ നിരാശപ്പെടേണ്ടത് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അത്ര ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ, പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരാളെയും കാണാൻ സാധ്യമല്ല. പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്. ഒരു അസുഖം വരുമ്പോൾ നമ്മൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായത് പ്രവാചകന്മാരാണ്. അള്ളാന്റെ റസൂലുകൾ എടുത്തു നോക്കി. മക്കക്കാരുടെ കണ്ണിലുണ്ണിയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മക്കൾക്ക് അൽ അമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മക്കക്കാർ പറഞ്ഞിരുന്നത്. അത്രയും വിശ്വസ്തനായിരുന്നു. അവർക്ക് നല്ല സ്നേഹം ഉണ്ടായിരുന്നു നബിയോട്. അവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സമീപിക്കുമായിരുന്നു. അത്രയും സ്നേഹമുള്ള നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവര് നബിനെ ആക്ഷേപിച്ചു, നബിനെ ഉപദ്രവിച്ചു. എന്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വന്തം കുടുംബക്കാരാണ്, സ്വന്തം ഗോത്രക്കാരാണ്, സ്വന്തം ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്നത്. എത്ര പ്രയാസം ഉണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺകുട്ടികൾ, ജാഹിലിയ കാലത്ത് കല്യാണം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ആ പെൺകുട്ടികളെ ത്വലാഖ് ചൊല്ലി വീട്ടിൽ കൊണ്ടാക്കി. വീട്ടിൽ നിങ്ങൾ മുജാഹിദായിട്ട് നിങ്ങളെ രണ്ട് മൂത്ത സുന്നി മരുക്കള് നിങ്ങളെ മക്കളെ ഡൈവോഴ്സ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. അതേപോലെയാണ് രണ്ട് പെൺകുട്ടികളെ ത്വലാഖ് ചൊല്ലി വീട്ടിൽ കൊണ്ടാക്കി. ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവനും മരിച്ചു പോവുക. ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോവുക. താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് മരിക്കാണ് അല്ലെ? ചെറുപ്പത്തിലെ വാപ്പല്ലാതെ ജനിച്ചു. മാതാവ് 6 വയസ്സായപ്പോൾ നഷ്ടപ്പെടാണ്. 8 വയസ്സായപ്പോൾ പിതാമാൻ നഷ്ടപ്പെടാണ്. അബൂ താലിബിന്റെ വീട്ടിൽ ദരിദ്രനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരുന്നത് അല്ലെ? അതിനുശേഷം നുബുവത്ത് കിട്ടിയപ്പം നാട്ടുകാരും വീട്ടുകാരൊക്കെ കൈയൊഴിയുന്ന അവസ്ഥ ഉണ്ടാകാണ്, ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. മക്കള് മൊഴി ചൊല്ലി വീട്ടിലിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. ഖദീജ ബീവി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാണ്. അങ്ങനെ ശൈബ് അബൂ താലിബിന് ഭക്ഷണം കിട്ടാതെ ഉപരോധിക്കപ്പെട്ട് പച്ചില തിന്ന് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വരുന്ന ഒരു പ്രവാചകൻ അവസാനം നാട് വിട്ടുപോകാണ്. ഹിജ്റ എന്ന് പറയുമ്പം അത് നമുക്ക് മനസ്സിലാവില്ല സഹോദരങ്ങളെ. നമ്മൾ അരീക്കോട്ടിൽ നിന്ന് മഞ്ചേരിക്ക് താമസം മാറല്ല, അല്ലെ തിരൂരിന്ന് അരീക്കോട്ടേക്ക് വന്ന് താമസം മാറില്ല. നമ്മളെ 407 നമ്മളെ അലമാരി പിടിച്ചും ടി വി ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കല്ല. തിരൂർ ATM കാർഡിട്ട് വലിച്ച പൈസ നാളെ അരീക്കോട് ATM വലിച്ചല്ല. അതല്ല ഹിജ്റ എന്ന് പറഞ്ഞാല്. ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് അള്ളാന്റെ മാർഗത്തില് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാട് ഉപേക്ഷിച്ച് ആ മദീനയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴോ ഇവിടെയും പ്രയാസമാണ്. ജൂതന്മാര് പ്രയാസപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ സംഘടിച്ച് അവിടെ ഈ യുദ്ധമാണ്. ഇവിടെ പൊറുതി തരുന്നില്ല. ഇവിടുന്ന് മക്കത്തുനിന്ന് വന്ന് ആളുകൾ മദീനയിൽ ഉപദ്രവിക്കുകയാണ്. അങ്ങനെയാണ് ബദർ ഉണ്ടാകുന്നത്, ഉഹുദ് ഉണ്ടാകുന്നത്. പിന്നെ സൂറത്തു അഹ്സാബ് ഓതിയാൽ മനസ്സിലാകും ഖന്തഖ് യുദ്ധം ഉണ്ടാകുന്നത്. മദീനയിലെ മുഴുവൻ ആളുകളും ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവൻ സംഘടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തും. അങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ടും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തളർന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ ഒരു 23 വർഷം കൊണ്ട് ലോകത്തിലൊരു ചരിത്രം രചിച്ചേക്കാണ്. ഇന്ന് മുസ്ലിം ജനസംഖ്യ എത്ര സഹോദരങ്ങളെ? 180 ബില്യണാണ്. അതായത് 200 കോടിയോട് അടുക്കാൻ പോവുകയാണ് മുസ്ലിം ജനസംഖ്യ. ആകെ 3 ആളിൽ നിന്ന് തുടങ്ങിയതാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയത് 1440 വർഷം മുമ്പ് ഒരാളിൽ നിന്ന് തുടങ്ങിയിട്ട് 200 കോടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ലോകത്തിൽ ഒരാൾക്കും ഒരു പ്രത്യയ ശാസ്ത്രത്തിനും ഒരാദർശത്തിനും ഇത്രയേറെ ആളുകളെ മുന്നിൽ നിർത്താൻ സാധിക്കൂല സഹോദരങ്ങളെ. അതെന്തുകൊണ്ടാണ്? ഇത് അല്ലാഹുവിന്റെ ആദർശമാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്. അള്ളാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്നവയെല്ലാം വർജിക്കപ്പെടേണ്ടവയാണ്. അവയൊന്നും യഥാർത്ഥ ആരാധ്യ വസ്തുക്കളല്ല എന്ന തൗഹീദിന്റെ ഏറ്റവും ക്ലാരിറ്റിയുള്ള ശബ്ദമാണ് ഇസ്ലാമിന്റെ. നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങൾ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് എന്ന കൃത്യമായി. ഇത് ഇത്രയും വർഗീയതല്ലാത്ത വിശ്വാസം ആർക്കാണ് പറയാൻ പറ്റുക? അത് ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രീബുദ്ധനെ ആരാധിക്കണമെന്നോ ശ്രീകൃഷ്ണൻ ആരാധിക്കണമെന്നല്ല. നിങ്ങളെയും നിങ്ങൾ മുൻഗാമികളെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ. അതിന് എന്ത് വർഗീയത ഉള്ളത്? നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് അന്നം തരുന്ന ഈ പടച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞെടുത്ത് എന്ത് വർഗീയത ഉള്ളത് സഹോദരങ്ങളെ? ആ പടച്ചവൻ അവതാരങ്ങളില്ല, ആ പടച്ചവന് ബിംബങ്ങളില്ല, ആ പടച്ചവൻ ദൈവമായി അവതരിക്കൂല, മകനാകൂല, ബാപ്പയാകൂല എന്ന് കൃത്യമായിട്ട് പറയാൻ എന്ത് വർഗീയത? ഒരു വർഗീയത
ഇറങ്ങിയില്ല. എന്തിനാണ് ഖുൽ ഹുവല്ലാഹു അഹദ് ഇറങ്ങിയത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്തിനാണ് സഹോദരങ്ങൾ അത് ഇറങ്ങിയത്? അല്ലാഹു ബാപ്പല്ല, അല്ലാഹു മകനല്ല എന്ന് നമ്മളോട് എന്തിനാ പടച്ചോൻ പറഞ്ഞത്? ചില ആളുകൾ അല്ലാഹു ബാപ്പയാണെന്ന് പറയുന്നു, ചില ആളുകൾ അല്ലാഹു മകനാണെന്ന് പറയുന്നു, ചില ആളുകൾ അല്ലാഹു മൂന്നും കൂടിയതാണെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട്. അല്ലാഹുവിന് മക്കളുണ്ട്, പെൺമക്കളുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ, പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ്. അപ്പൊ ഇതൊക്കെ നിരാകരിച്ചുകൊണ്ട് അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും എന്റെ ജീവിതത്തിലേക്ക് നന്മയും തിന്മയും എല്ലാം കൊണ്ടുവരാൻ അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും കഴിയുകയില്ല എന്നുള്ള ഈ യഥാർത്ഥ തൗഹീദിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഒരു പ്രയാസം ജീവിതത്തിൽ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, രോഗമാകട്ടെ അപകടമാകട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികളൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. സൂറത്തു ദുഹ, അത് നമ്മൾ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടായ ഒരു സന്ദർഭത്തിൽ വഹി കുറച്ച് വൈകി അല്ലെ. ആദ്യം വഹി വന്നു, പിന്നെ കുറച്ച് വഹി വരാണ്ടായപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ചില മാനസികമായ പ്രയാസം ഉണ്ടായി. കാരണം പ്രവാചകനാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോ എന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ലേ, എന്റെ വഹി നിലച്ചു പോയത് കൊണ്ട് അള്ളാഹ്ക്ക് എന്നെ വെറുത്തോ, അള്ളാഹ് എന്നെ നബിയായി തെരഞ്ഞെടുത്ത് പിന്നെ ഒഴിവാക്കിയോ എന്ന് നബിക്ക് തോന്നിപ്പോയി. വഹി കിട്ടി, പിന്നെ വഹി ഇല്ലാതായപ്പോ പടച്ചോൻ എന്നെ ഒഴിവാക്കിയോ, വഹി തരാതെ എന്ന് നബിക്ക് വിഷമം വന്നപ്പം ഇറങ്ങിയ സൂറത്താണ് ദുഹ. ആ ദുഹ ഓതുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് എന്നും എക്കാലത്ത് ആരെപ്പ എങ്ങനെ ഓതിയാലും സഹോദരങ്ങളെ അതിൽ വല്ലാത്തൊരു വെളിച്ചുണ്ട്. ആ ദുഹ എന്ന് പറഞ്ഞാൽ തന്നെ ആ സൂര്യൻ ഇങ്ങനെ പൊന്തി ഒരു മുഴായി വരുമ്പോൾ നല്ലൊരു വെളിച്ചം ഇങ്ങനെ വരും. ഇരുട്ട് മാറിയിട്ട് ഒരു വെളിച്ചം വരുന്ന നേരാണ് ദുഹ എന്ന് പറഞ്ഞാല്. ആ സൂറത്തിന്റെ പേരെന്നെ അതാണ്, ആ സൂറത്തിന്റെ തുടക്കം അതാണ്. ജീവിതത്തിലെ ഇരുട്ട് മാറിയിട്ട് ഒരു വെളിച്ചം വരികയാണ്. വല്ലൈലി ഇദാ സജാ, രാത്രി തന്നെയാണ് സത്യം അല്ലേ, ആ ദുഹ തന്നെയാണ് സത്യം. കേട്ടോ, അതിങ്ങോട്ട് ശാന്തമാകുമ്പോ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇതെന്തറിയോ, ഈ സൂറത്ത് എന്ന് പറഞ്ഞത് ഇത് മൂല്യമാര് ഭരണമാരി പ്രയാസം ഉണ്ടാവുമ്പോൾ മോദനം എന്ന് പറയാനല്ല ഈ സൂറത്ത് പഠിപ്പിച്ചത്. ആ സൂറത്ത് നൽകുന്ന ഒരു വെളിച്ചമുണ്ട്, ആ സൂറത്ത് നൽകുന്ന ഒരു ആശയമുണ്ട്. ആ സൂറത്ത് നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റി ഒരു വെളിച്ചം നൽകാണ്ട്. അതിന്റെ ആശയം കൊണ്ടാണ് കിട്ടുന്നത്, അത് ചെല്ലിയോണ്ട് കിട്ടില്ല, അത് ചെല്ലാൻ നബി പറഞ്ഞിട്ടില്ല. അത് ഖുർആൻ ഓതുമ്പം അതിന്റെ ആദർശത്തിൽ നിന്ന്, ആശയത്തിൽ നിന്ന് നമുക്ക് ആ വെളിച്ചം കിട്ടും. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ വെറുത്തിട്ട്. നമുക്ക് എപ്പോഴും തോന്നുന്നതാണ്, ഒന്ന് ചെറിയൊരു പ്രയാസം വരുമ്പോൾ പടച്ചോനെ കൈവിട്ടോ, പടച്ചോനെ ഒഴിവാക്കിയോ എന്ന് തോന്നും. അത് സ്വാഭാവികമായിട്ട് തോന്നും. കാരണം കുറച്ചിങ്ങനെ നല്ല സുഖത്തിൽ നിന്ന് പിന്നെ ഒരു ഇടങ്ങേറ് വരുമ്പോൾ ആർക്കും തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും റബ്ബ് എന്ത് ചെയ്തിട്ടില്ല, നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ വെറുത്തിട്ടില്ല. കേട്ടോ, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. ആഖിറത്താണ് ദുനിയാവിനേക്കാൾ ഖൈർ എന്നർത്ഥം വെച്ചാലും അവിടെ സൂട്ടാണ്. അതല്ല, വരാനുള്ളതാണ് വന്നതിനേക്കാൾ ഖൈർ, ഇതുവരെ വന്നതിനേക്കാൾ ഖൈർ ഇനി വരാനുള്ള ജീവിതമാണ് എന്ന ആശയമാണെങ്കിലും അത് സൂട്ടാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. നിന്റെ രക്ഷിതാവ് നിനക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും, അപ്പോൾ നിനക്ക് എന്ത് ചെയ്യും, നീ തൃപ്തിപ്പെടും. അപ്പൊ റബ്ബ് എന്ത് ചെയ്യും, റബ്ബ് കുറെ അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ്. അലം നമ്മൾ ആലോചിക്കട്ടെ, അലം യജിദ്ക യതീമൻ ഫആവ. അലം യജിദ്ക യതീമൻ, നിന്നെ ഒരു അനാഥയായി കണ്ടു എന്നിട്ട് നിനക്ക് സംരക്ഷണം നൽകി. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളിപ്പോ ഉള്ള നമ്മുടെ ഒരു അവസ്ഥ അല്ലെ, നമ്മള് സാമ്പത്തികമായും സാമൂഹികമായൊക്കെ നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ആസ്വാദനങ്ങൾ കുറച്ചൊരു 10-20 കൊല്ലം മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു അല്ലെ? നമ്മളെ വാഹന സൗകര്യമാകട്ടെ, ഇപ്പോഴെ പള്ളികളാകട്ടെ, ഇപ്പൊ ഇന്ന് നിസ്കരിച്ച പള്ളി എന്താ തണുത്തിട്ട് ബറക്ക്. ഞാൻ അങ്ങനെ ആലോചിച്ച പള്ളിയിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചപ്പം തണുത്ത് ബറക്ക. കുറച്ച് ആൾക്കാരുണ്ട് ബാക്കത്തെ റൂമിൽ, ഇവിടെ സഫൊന്നും പൂർത്തിയായിട്ടില്ല, ബാക്കത്തെ റൂമിൽ 3 ആൾക്കാർ നിസ്കരിച്ചു. അപ്പൊ സംഭവം എന്താ വെച്ചാൽ തണുപ്പ് പറ്റാത്തവരാണ് ഇവിടെ ബാക്കിൽ നിൽക്കുന്നത്. ഇമ്മാരി ചൂടത്ത് തണുത്ത് ബറക്കുള്ളിൽ AC ഇട്ടിട്ട്, AC ഫുള്ളിട്ടിട്ട് ബറക്ക ഒന്നും ഉണ്ടാക്കിയാൽ കയറിയിട്ട് ബറക്ക. അമ്മാരിത്തെ തണുപ്പ് നമ്മളെ നാട്ടിലെ പള്ളികൾ അവസ്ഥയാണ്. മുമ്പ് എന്ത് ചെയ്യുന്നു സഹോദരങ്ങളെ, ആ നടുവത്തെ പള്ളിന്റെ ആ പയ ഒക്കെ കൂടി മരത്തിന്റെ ഉള്ളിൽ പള്ളികൾ ചെന്നാല് ചുട്ടിട്ട് വേർത്തിട്ട്. പിന്നെ നമ്മളെ പള്ളികളൊക്കെ AC ആണ് അല്ലെ, ഒന്നുണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ, ടോയ്ലറ്റുകൾ ഒക്കെ ലക്ഷറിയാണ് അല്ലെ. പള്ളികളൊക്കെ നമ്മൾ ഏകദേശം ഗൾഫിലെ പള്ളിന്റെ സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും നമ്മൾ ഏത് ദുനിയാവിന്റെ ഏത് കാര്യം എടുത്താലും നമുക്ക് മെച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ പെരയിൽ സൈക്കിൾ ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു അല്ലെ. അരവണ്ടിയും സൈക്കിളൊക്കെ 50 പൈസക്കും മണിക്കൂറിന് കൊടുത്തിട്ട് 25 പൈസക്കും 50 പൈസക്കും ഒക്കെ മണിക്കൂറിന് വാടക കൊടുത്ത് സൈക്കിൾ പഠിച്ച ആൾക്കാരാണ്. ഇന്ന് ഓരോ പെരയിൽ ഓരോ കുട്ടികൾക്ക് ഓരോ സൈക്കിളാണ്.
3 ചക്രമുള്ളത്, 2 ചക്രമുള്ളത്, എല്ലാ ടൈപ്പ് സൈക്കിളും നമ്മളെ പരിയിലുണ്ട്. അതേപോലെ നമ്മളെ സൗകര്യങ്ങൾ, ബസ് നടന്നു പോയ ആളുകൾ, ബസ്സിൽ പോയ ആളുകൾ, ഇന്ന് ഏത് വണ്ടി എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ചെറിയ കാർ എടുക്കണോ, വലിയ വണ്ടി എടുക്കണോ, സ്കൂട്ടർ വേണോ, മാർക്കറ്റിക്ക് പോകാൻ സ്കൂട്ടർ, വലിയ വണ്ടിക്ക് പോകാൻ 6 ചക്രമുള്ളത്, 4 ചക്രമുള്ളത്, അങ്ങനെയൊക്കെ കൂടി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളെ ഇന്നത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഏത് കാര്യത്തെ, പെണ്ണുങ്ങളെ കാര്യം, ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളെ കാര്യം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ പണ്ട് ഒരലിലൊക്കെ ഇട്ടിച്ച് പൊട്ടിച്ച് അങ്ങനെയൊക്കെയാണ് ഇതുണ്ടാക്കിയത്. ഇന്നൊക്കെ റെഡി മിക്സ് ആണ്. എത്രയോ പണികളൊക്കെ എത്രയോ സൗകര്യമാണ്. ഏത് സാധനം ഉണ്ടാക്കാനും ഒക്കെ വളരെ ഈസിയാണ്. എന്നിട്ട് ഇത്രയൊക്കെ നമുക്ക് സമയം ലാഭമാണ്. നമ്മളെ പണികളൊക്കെ എത്ര ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. എന്നിട്ടും ഒരായത്ത് അധികം ഓതാനോ, ഒരു സൂറത്തൊന്ന് അധികം ഓതാനോ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനോ നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മളത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു മാർഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? പിന്നെ സഹോദരൻ, പടച്ചോൻ പറയാണ്, നിന്നെ അവൻ ലോലായിട്ട് വഴി അറിയാത്തവനായിട്ട് കണ്ടു, എന്നിട്ട് നിനക്ക് ഹിദായത്ത് നൽകിയതാണ്. നമ്മൾ ജാഹിലിയത്തിലായിരുന്നു അല്ലെ, നമ്മൾ ജാറത്തിൽ പോകുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. ഷിർക്ക് ഇവിടെ കരികോടായതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലൊക്കെ തൗഹീദ് കിട്ടിയവരാണ് കുറെ ആളുകൾ, ജാഹിലിയത്തിൽ കുറെ നിന്നവരാണ്. അതുകൊണ്ട് അതിന്റെ വില, ജാഹിലിയത്ത് എന്താ എന്ന് മനസ്സിലായവനാണ് തൗഹീദ് എന്തിന്റെ വില മനസ്സിലാവും. അരികോട്ടുകാർക്ക് അത് അറിയണമെന്നില്ല എന്നൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ വലിയ പ്രസക്തി ഇല്ല. ജാഹിലിയത്ത് അറിഞ്ഞോലാണ് തൗഹീദിന്റെ വില മനസ്സിലാക്കുക. അള്ളാഹ് പറയാണ്, നീ വഴി പിഴച്ചവനായിരുന്നു, എന്നിട്ട് നിനക്ക് ഞാൻ ഹിദായത്ത് നൽകി, ഗൈഡൻസ് നൽകി. നീ ദരിദ്രനായിരുന്നു, എന്നിട്ട് ഞാൻ നിനക്ക് ധന്യത നൽകി, ഐശ്വര്യം നൽകി. അതുകൊണ്ട് ഇനി യതീമുകളൊക്കെ അടിയോടിക്കരുത്, ചോദിക്കുന്നവനെ അടിച്ചമർത്തരുത്, വിരട്ടിയോടരുത്. ഇതൊക്കെ നമ്മളോട് ചോദിച്ചാൽ മതി അല്ലെ. നമ്മളെ അവസ്ഥ, വീട്ടിലെ ഭക്ഷണത്തിന്റെ അവസ്ഥ, ഇനി നമ്മൾ എന്തൊക്കെ കഴിക്കണേ, മുമ്പ് നമ്മൾ എന്തൊക്കെ കഴിച്ചിരുന്നത്, എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യങ്ങൾ കൊണ്ടാണെങ്കിലും സമ്പത്ത് കൊണ്ടാണെങ്കിലും. എന്നിട്ട് പിന്നെ എങ്ങനെ സഹോദരങ്ങളെ നമ്മൾ പടച്ചോനെ പറ്റി ഒരു മോശമായ വിചാരണം, പടച്ചോൻ വെറുത്തുന്നു, പടച്ചോൻ തിന്നില്ലാന്നോ, പടച്ചോന്റെ നേരെ നോക്കിടില്ല എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള വിഷയം. ആകെ ജീവിതത്തിൽ ഇത് അവസാനിപ്പിക്കണം. ആകെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട്, ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ ക്ഷമിക്കുകയും ഒരു സന്തോഷം ഉണ്ടാവുമ്പോൾ അതിൽ നന്ദി കാണിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ തൗഹീദ് ഉണ്ടോ, ഈ സ്വർഗത്തിലെത്തും. യാതൊരു സംശയവും. ആകെ ജീവിതത്തിൽ അത്ര ശ്രദ്ധിക്കേണ്ടുള്ളൂ. എന്ത് പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുക, സന്തോഷം ഉണ്ടാവുമ്പോൾ നന്ദി കാണിക്കുക, തൗഹീദിന്റെ മുന്നോട്ട് പോവുക. ഉള്ളതിൽ സംതൃപ്തമായൊരു മനസ്സ്, അതില്ലല്ലോ ഇതില്ലല്ലോ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു അസുഖം ഇല്ലല്ലോ. നിങ്ങൾ ആലോചിക്ക്, എന്തൊക്കെ നിങ്ങൾക്ക് ദുനിയാവുണ്ടെങ്കിലും ഒരു അസുഖം വന്ന് അതൊന്നും മതിയാവില്ല. ആ ദുനിയാവിന്റെ ഏത് ലക്ഷറി കൊണ്ടും നിങ്ങൾ അസുഖത്തിന്റെ പ്രയാസം മാറ്റാൻ കഴിയില്ല. അത്രയും പ്രയാസം ഒരു അസുഖം വരുമ്പോൾ. അപ്പൊ അതിലൊക്കെ ക്ഷമിക്കണമെങ്കിൽ ഈ ഒരു ആദർശത്തിനും ഈ ഒരു വിശ്വാസത്തിനും മാത്രമേ കഴിയുള്ളൂ. അതാണ് മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണെന്ന് പറഞ്ഞത്. അത് മുഅ്മിന് മാത്രമേ ഉള്ളൂ, അത് വേറൊരാൾക്കും കിട്ടാത്തതാണ്. എന്തുകൊണ്ടാണ്? ഒരു പനി വന്നാൽ, ഒരു ടൈഫോയിഡ് വന്നു, ഒരു ക്യാൻസർ വന്നു, ഇതൊക്കെ വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരേപോലെയാണ്. CT സ്കാനിൽ ഒരേമാതിരിയാണ് കാണുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഒരേ റിസൾട്ട് കിട്ടുക. വിശ്വാസി എന്നോ അവിശ്വാസിക്ക് റിസൾട്ടിലോ ടെസ്റ്റിലോ ഇൻവെസ്റ്റിഗേഷൻസിലോ സ്കാനിങ്ങിലോ വ്യത്യാസം ഉണ്ടാവില്ല. ലക്ഷണങ്ങൾ ഒരേമാതിരിയാണ്, വേദന ഒരേമാതിരിയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? സൂറത്തു തൗബയില് അള്ളാഹു പറയുന്നുണ്ട് എന്താണ് വ്യത്യാസം എന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതാണ് വ്യത്യാസം. അവർ പ്രതീക്ഷിക്കാത്ത, അവർക്കും വേദനയ്ക്കുണ്ട്, അവർക്ക് യുദ്ധത്തിൽ പരിക്കുണ്ടായിട്ടുണ്ട്, അവർക്ക് വേദന ഉണ്ട്, അവർക്ക് മുറിവുണ്ട്, നിങ്ങൾക്കും വേദന ഉണ്ട്, നിങ്ങൾക്കും മുറിവുണ്ട്. പക്ഷെ എന്താണ് വ്യത്യാസം? അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് വ്യത്യാസം. ആ പ്രതീക്ഷ ഉള്ളോനെ പ്രതീക്ഷിക്കാൻ വകുള്ളൂ. ആ പ്രതീക്ഷ നൽകുന്നത് ഈ വിശ്വാസമാണ്, ഈ ആദർശമാണ്. അത് പഠിക്കണം, അതറിയണം. അതിനുള്ള മാർഗം എന്താണ്? അള്ളാഹു ആകാശ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ അള്ളാഹുവിന്റെ വഹിയായ ഖുർആനാണ്, സഹീഹായ ഹദീസാണ്. അത് പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികാക്കുക. അതെല്ലാവർക്കും, മക്കൾക്കും പേരക്കുട്ടികൾക്കും, നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ഓരോടൊക്കെ അത് പറയാ, നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കുക. അതെന്നെയാണ് മാർഗം. അത് പറയാ, അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? അത് വിജയത്തിന്റെ മാർഗം തുറന്നു തരും. ഈ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതുകൊണ്ട് പ്രാർത്ഥനകളിൽ അള്ളാഹുവേ ഞങ്ങളോട് കരുണ
കാണിക്കാത്ത ആളുകൾക്ക് ഞങ്ങളുടെ മേൽ അധികാരം നൽകല്ലേ റബ്ബേ എന്ന അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. തൗഹീദുള്ള ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നത് അള്ളാഹുവിന്റെ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കാൻ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഞാൻ അർഹനാണോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുക, ആത്മവിചിന്തനം നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും ഹദീസും പഠിക്കുകയും സലഫുകൾ മനസ്സിലാക്കിയ പോലെ അത് മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.